ഹല്ലേലൂയ. വായിക്കാം 91 സങ്കീർത്തനം അതിന്റെ 11 മുതൽ 17 വരെ 16 വരെ വാക്യങ്ങൾ വായിച്ചാൽ. നിന്റെ എല്ലാ വഴികളിലും ആ നിന്നെ കാക്കേണ്ടതിന് ആ അവൻ നിന്നെക്കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ആ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ആ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ആ സിംഹത്തിന്മേലും അണലിന്മേലും നീ ചവിട്ടും. ആ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മരിച്ചു കളയും. ആ അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയാൻ ഞാൻ അവനെ ഉയർത്തും. എത്ര ശക്തമായ ചില വാക്കുകളാണ് ഈ സങ്കീർത്തനത്തിന്റെ ഈ വാക്യങ്ങളിൽ കിടക്കുന്നത്. ഇന്ന് സുവർണ ലിപികളിൽ സുവർണ ഗീതങ്ങൾ എന്ന് പറയപ്പെടുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടും എല്ലാവരും വായിച്ച് ആശ്വാസം കൊണ്ട് രാവിലെ യാത്ര ആരംഭിക്കുന്നതും ബസ് ചാടി കയറുന്നതും അപ്പോൾ പറയും കല്ല് കാലിന്മേൽ തട്ടാതെ നീ കാത്തു എന്നൊക്കെ പറഞ്ഞ് ആശ്വാസം കൊള്ളുന്ന ഒരു സങ്കീർത്തന ഭാഗമാണിത്. ഇതിൽ ആ വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. 11 മുതലല്ലേ പറഞ്ഞു, വായിച്ചാട്ടെ. നിന്റെ എല്ലാ വഴികളിലും നിന്റെ കാക്കേണ്ടതിന് നിന്റെ എല്ലാ വഴികളിലും. അപ്പൊ ഈ ദൈവവുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ട് എത്ര പേരുണ്ട് ഇവിടെ? ദൈവവുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടവർ എന്ന് വെച്ചാൽ രക്ഷിക്കപ്പെട്ടവർ, സ്നാനപ്പെട്ടവർ, ഒപ്പിട്ടവർ. ആ ഒപ്പിട്ടവരോട് പറയുന്നു നിന്റെ എല്ലാ വഴികളിലും. ആ പദം ഒന്ന് പറഞ്ഞാട്ടെ. കുരുത്തക്കേട് പിടിച്ച വഴികളിൽ നീ നടന്നാലും, എന്താ കുരുത്തക്കേടിന്റെ വഴികളിൽ കൂടെ നടന്നാലും അവിടെ വന്നിട്ട് മക്കളെ നീ കുരുത്തക്കേട് നടന്നോ എന്ന് പറയല, ആ കുരുത്തക്കേടിൽ നിന്ന് തിരിച്ചു പിടിക്കും. എത്ര മനസ്സിലാവും? ഹല്ലേലൂയ. പാപം ചെയ്യാൻ നീ വെമ്പി നിന്നാലും വിട്ടുകൊടുക്കാൻ മനസ്സില്ല. അതുകൊണ്ട് നേരത്തെ പാടി, എത്ര ദൂരം അങ്ങേ വീട്ടോടി ഞാൻ അത്ര നേരം. അത് പാടിയ വ്യക്തി കർത്താവിടെ കാത്തിരിക്കുന്നു. പറയുന്ന കുരുത്തക്കേടിന്റെ വഴികളിൽ നടക്കുമ്പോൾ നിന്റെ എല്ലാ വഴികളിലും കണ്ടോ, അവിടെ ഇന്ന വഴിയെന്ന് എഴുതിയിട്ടില്ല. കാരണം നീ ഒരിക്കലും അഭയം ചൊല്ലി ആരെടുത്ത്. അപ്പൊ കർത്താവ് പറയാണ് നിന്നെ ഞാൻ എന്ത് ചെയ്തു? ദത്തെടുത്തു. ആമേൻ. അപ്പൊ അതെല്ലാരും പറഞ്ഞോട്ടെ, ദത്തെടുത്തു. എന്നെ അവൻ ദത്തെടുത്തു. ആ വാക്യം കിടക്കുന്ന യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ ജനിച്ചത് പുരുഷന്റെ ഇഷ്ടത്താലോ ജഡത്തിന്റെ ഇഷ്ടത്താലോ രക്തത്തിൽ നിന്നോ അല്ല, അവർ ജനിച്ചത് ദൈവവചനത്തിൽ നിന്നത്രേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ദൈവവചനം കേട്ട് വീണ്ടും ജനിച്ചവരോട് ഇത് പറയുന്നു, നിന്റെ എല്ലാ വഴികളും കാണുന്ന ഒരു ദൈവമുണ്ട്. സംശയം ഉണ്ടെങ്കിൽ വായിച്ചട്ടെ 139-ാം സങ്കീർത്തനം 1-2. 139-ാം സങ്കീർത്തനം 1-2. നീ എന്നെ ശോധന ചെയ്ത് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. നമ്മൾ വിചാരിച്ച് ചിന്തിക്കുന്നത് അറിയുന്നത്, നീ ഇരിക്കുന്നത് പോലും എന്തിനാണെന്ന് ദൈവം ചിന്തിക്കുന്നതാ പറയുന്നത്. നീ ഇരിക്കുന്നതും നമ്മൾ ആരെങ്കിലും വരുമ്പോൾ നമ്മളങ്ങ് എഴുന്നേറ്റ് അങ്ങ് പോവാറില്ലേ? ചിലരെ കാണുമ്പോൾ നമ്മളങ്ങ് എഴുന്നേറ്റ് പോകും. നമുക്ക് തോന്നും ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് പോയത്. നോ ബഹുമാനം. പിണക്കക്കാരനാണ് എഴുന്നേറ്റ് പോയത്. പക്ഷെ പോണ ഭവ്യതയും ഭാവവും കണ്ടു കഴിഞ്ഞാൽ ഭാവം വെള്ളം കുടിക്കാൻ എഴുന്നേറ്റ് പോയത് തോന്നും. വെള്ളം കുടിക്കാൻ പോയതല്ല, ഇത് പിണക്കം. ഹല്ലേലൂയ. ചിലത് കയറി വരുമ്പോ മുഖം ചിരിച്ചോണ്ടിരുന്നത് ഉടനെ തന്നെ വക്രിച്ചങ്ങിരിക്കും. അത് ധ്യാനിക്കാൻ കയറിയതല്ല. ചില വീട്ടിൽ പോയാൽ പെട്ടെന്ന് ഉപവാസം പ്രഖ്യാപിക്കും. ഇന്ന് ഞാൻ ഉച്ചവരെ ഉപവാസമാണ്. അവരെ പിടിച്ച് അവിടെ കെട്ടിയിടണം. വൈകുന്നേരം ഭക്ഷണം കഴിച്ച് പോയാൽ മതി എന്ന് പറയും. ചില ആൾക്ക് ചായ കൊടുക്കുമ്പോൾ ഇന്ന് വെള്ളം പോലും കുടിക്കില്ലെന്നാണ്. ദൈവമക്കളെ ഹൃദയം പറയുന്ന ദൈവം നമ്മളെ വെള്ളം കുടിക്കാതാക്കിയുള്ള ചെയ്ത് തോന്നുന്നു. ഹല്ലേലൂയ. ഈ വടക്കേന്ത്യയിൽ ശുശ്രൂഷയ്ക്ക് പോയ ഒരു സഹോദരൻ ഒരിക്കൽ പറയുകയാണെ, ഇവിടെ വലിയ തിണ്ണമെടുക്കൊക്കെ കാണിക്കാം, നമുക്ക് നല്ല കഴുകിയ പാത്രത്തിൽ കൊണ്ടുവരണമെന്നൊക്കെ പറയാം. അവിടുത്തെ സഹോദരിമാർ ഈ ചാണകം കഴുകണല്ല, ചാണകത്തെ കൈ കൊണ്ട് അപ്പാക്കി
അതിനെ ഭിത്തിയിലൊക്കെ അടിച്ചു വെച്ച് ഉണക്കി എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെ വിറ്റും കത്തിച്ചുമൊക്കെയാണ് അവർ ഉപജീവനം നടത്തുന്നത്. അപ്പൊ എപ്പോ പോയാലും നല്ല വാസന അവിടെ ഉണ്ടാകും ചാണകത്തിൽ. അപ്പൊ ഈ സമയത്ത് അവിടെ ചെന്ന ദേവദാസൻ അവരിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബഹൻ വെള്ളം കിട്ടുമെന്ന് ചോദിച്ചു. പുള്ളിക്കാരൻ ആ സഹോദരി ആ കുടത്തിൽ എങ്ങാണ്ടെന്നോ പിടിച്ചുകൊണ്ടുവന്ന വെള്ളമാണ്. ഒരു ഗ്ലാസ് എടുത്ത് ഇതേ ചാണകത്തോടു കൂടെ മുക്കി വെള്ളം എടുത്തപ്പോൾ നമ്മളാണെങ്കിൽ ഒട്ടനെ ഉപവാസം പ്രഖ്യാപിക്കും. ഇപ്പൊ ദൈവത്തിന്റെ അരുളപ്പാടിരിക്കുന്നുണ്ടാകും ഉപവാസം. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് ഇവിടെ ഇപ്പൊ ചാണകം മുക്കണ്ട, നന്നായിട്ട് തേച്ച് കഴിയൊക്കെ കുളിക്കാം. നിന്റെ എല്ലാ വഴികളിലും നീ ഇരിക്കുന്നതും. അപ്പൊ ഞാൻ എന്തിനു വന്നിരുന്നു? ചില കൂട്ടത്തിൽ വന്ന് ഇരിക്കുന്നത് എന്തിനാന്ന് ദൈവത്തിന് അറിയാം. നുണ കേൾക്കാൻ. ഹലോ, എന്തെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറയണുണ്ടോ ഇല്ലയോ എന്ന് അറിയണം. ചാരന്മാരെ വിടുന്ന ടീമുകളുണ്ട്. നീ അവിടെ കറങ്ങി നിൽക്കും. അല്ല, തേങ്ങ തരുവാണെങ്കിൽ ചെവി ഇവിടെ ഇങ്ങനെ പോകും സ്ഥലത്ത്. കണ്ടിട്ടില്ലേ? അടുപ്പത്ത് തീ കത്തുവാണെങ്കിൽ അയലൊക്കെക്കാരനെ പറമ്പില്ല നോക്കിക്കൊണ്ടിരിക്കും. കൈവള്ളി പോകും കേട്ടോ. ഹല്ലേലൂയ. ടപ്പെന്നൊരു സൗണ്ട് കേട്ടു. ശരി, ഞാൻ കാത്തിരുന്ന സൗണ്ടാണെന്നൊരു ഓടി വന്നിട്ടായിരുന്നു. ഇവിടെ വചനം പറയുന്നു നീ ഇരിക്കുന്നത് എന്തിനാണ്. ചില പിള്ളേർ പഠിക്കാനിരിക്കുന്നു. അപ്പൊ അമ്മ എന്ത് വിചാരിക്കും? എന്റെ മകൻ പഠിക്കുന്നു. പക്ഷെ കർത്താവ് ഇതെന്തിനിരുന്നു എന്ന്. ഇപ്പൊ ഇരിക്കുന്നതിന് എഴുന്നേക്കിന്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായോ? ഹലോ, പെട്ടെന്ന് എഴുന്നേറ്റ് ചായ കൊടുക്കേണ്ടി വരും. എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ട് വരും. ഞാനില്ലെന്ന് പറഞ്ഞേരെ. വചനം പറയുന്നു, ദൈവമക്കളെ, നിന്റെ എല്ലാ വഴികളിലും നീ ഇരിക്കുന്നതും, അത് പിന്നെ പറയാം, അത് വേറെ വാക്കാണ്. നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും കർത്താവെ നീ അറിയുന്നു. നമ്മൾ കള്ളം പറയാറില്ലേ സഹോദരങ്ങളെ? ഇപ്പൊ എനിക്ക് മൂത്രശങ്ക കാരണം എഴുന്നേറ്റ് പോയത്. നീ മൂത്രിക്കാൻ പോയതിനുള്ളിൽ എന്തെല്ലാം ചെയ്തിട്ടാ തിരിച്ചു വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ക്ലാസ് ടീച്ചറെ പറ്റിക്കാം. രാവിലെ 9:00 സ്കൂളിൽ പോകണമെങ്കിൽ 9:20 വേറെ വരും. 9:35 വേറെ വരും. ഹല്ലേലൂയ, ആമേൻ. നീ ഇരിക്കുന്നത് അവക്ക് എല്ലാവരും എന്ന് പറഞ്ഞാട്ടെ, നീ ഇരിക്കുന്നതും ഞാൻ എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ നീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടുന്നതാവും. എന്റെ യേശുവേ നീ അറിയുന്നു. ഇത്ര ചെറിയ കാര്യമുള്ളൂ. ഇതൊക്കെ അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. എന്ന് വെച്ചാൽ നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ പറ്റിക്കാൻ ഒരു വഴി ഇന്ന് വരെ കണ്ടിട്ടില്ല. പലരും വിചാരിക്കണം നമ്മൾ ഈ മണിച്ചിത്ര താഴ് പൂട്ടിയാലും ഞങ്ങളത് പൊട്ടിക്കും. നോ, പറ്റുകേല. നിന്റെ ബുദ്ധി സ്ഥിരതയോടെ ഇരിക്കണമെങ്കിൽ ആത്മാവിന് കീഴടങ്ങിയേ പറ്റൂ. ഇല്ലെങ്കിൽ കായെന്ന് പറയേണ്ടത് ഇഷ്ടിക കൊടുത്തതുപോലെ പണി നടത്തും, പക്ഷെ നടക്കുകയില്ല. കറമ്പിക്കളയും, സ്വരപ്പം തറം. മനസ്സിലായി? ഇത് പലവട്ടം പറഞ്ഞിട്ടുള്ള. ഞാൻ വല്ലപ്പോഴും ഓർത്തോർച്ചിരിക്കും. ഈ വീടിന്റെ ഫ്രണ്ടിലൊരു തെങ്ങ് നിന്നിട്ട് ഞാൻ രാവിലെ ഒന്ന് പല്ല് തേക്കുമ്പോൾ ഈ തെങ്ങിന് നോക്കിയിട്ട് ഒരു ആരാധന എനിക്ക്. അതിന്റെ ഇലകൾ കണ്ടോ, തഴപ്പ് കണ്ടോ, നല്ല സ്ഥലത്തേന് നിൽക്കുന്നു. ഇത് ഏകദേശം ഒരു 4 വർഷം കഴിയുമ്പോൾ കായ്ച്ചു തുടങ്ങും, നല്ല ഫലം തരും, ചെന്തം കാണും. ഇങ്ങനെയൊക്കെ പല ചിന്തകളാണ്. ഒരു ചെറിയ എരുമക്കുട്ടി വന്ന് രാവിലെ നോക്കിയപ്പോൾ എല്ലാം കറങ്ങി നാശക്കൊട്ടാക്കി. പിന്നെ അത് പോയി. അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഒന്നിനെ ചൊല്ലി ആവശ്യമില്ലാതെ പ്രശംസിക്കണം. ചിലർ പറയും എൻ്റെ മക്കൾ IAS പഠിച്ചു, പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. എൻ്റെ മക്കൾ ഇപ്പോ പിന്നെ എനിക്ക് പറയാൻ അറിയത്തില്ല, അവർ ഭയങ്കര കോഴ്സുകളൊക്കെ ചെയ്യാൻ. ദൈവമക്കളായിട്ട് വല്ല കോഴ്സ് പഠിക്കുന്നുണ്ടോ? ദൈവവചനമായിട്ട് പറ്റി നടക്കുന്നുണ്ടോ? എനിക്ക് അനുഗ്രഹിക്കപ്പെടും. നമുക്ക് പേടിക്കേണ്ട ആവശ്യമേ. ഹല്ലേലൂയ. ഞാൻ ദൈവഭാഗത്ത് വന്നപ്പോൾ എൻ്റെ അമ്മ ആദ്യം പറഞ്ഞു, എടാ നിന്നെ നീ ഇങ്ങനെ കുടുംബത്തിന് പേരുദോഷം വരുത്താമെന്നാണ്. പക്ഷെ പിന്നത്തേലും ഞാൻ നോക്കുമ്പോൾ എന്നെക്കുറിച്ച് എൻ്റെ അമ്മ വ്യാകുലപ്പെടുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛനും വ്യാകുലപ്പെട്ട് കണ്ടിട്ടില്ല. ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്ന കണ്ടിട്ട് അവൻ നശിച്ചു പോകേണ്ടവൻ രക്ഷപ്പെട്ടെന്ന്. ഹല്ലേലൂയ. എന്നാൽ
മരിക്കുന്നതിന് മുമ്പ് വരെയും എൻ്റെ സഹോദരനെ കുറിച്ച് ഭയങ്കര വ്യാകുലതയാണ്. എന്നെക്കാൾ നല്ല അധ്വാനിയാണ്, തെങ്ങിൽ ചാടിക്കയറും, 10-15 മൃഗങ്ങളെ പരിപാലിക്കാൻ അറിയാം, ഭയങ്കരമായി ജോലി ചെയ്യുന്നവരാണ്. പക്ഷെ അവരെ കുറിച്ച് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഭയങ്കര വിചാരം, എന്നെക്കുറിച്ചൊരു വിചാരം. ദൈവമക്കളെ, വചനം പഠിക്കുന്നവരെ കുറിച്ച് അപ്പനും അമ്മയ്ക്കൊക്കെ നല്ല ബോധ്യം ഉണ്ടാകണം. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ആദ്യം കൊടുക്കേണ്ടത് സ്പൂണിൽ സ്വർണ്ണക്കരണ്ടിയല്ല കോരി കൊടുക്കേണ്ടത്, സ്വർണ്ണമല്ല കോരി കൊടുക്കേണ്ടത്, വചനം കൊടുക്കണം. പറ്റുമെങ്കിൽ അത് പഠിപ്പിക്കുക, ഇല്ലെങ്കിൽ തല തിരിഞ്ഞു പോകും. അവർ വീഴുമ്പോൾ അവരെ താങ്ങാൻ ആരും കാണത്തില്ല. നമ്മൾ നാളെ അങ്ങ് പോകും. ഈ കുഞ്ഞുങ്ങൾ നിൽക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ, ഹല്ലേലൂയ, ആമേൻ, നിലനിൽക്കണമെങ്കിൽ അവിടെ അകത്ത് വചനം ചെല്ലട്ടെ. ആമേൻ. അതൊരിക്കലും നശിപ്പിക്കത്തില്ല. യേശു നമ്മളെ വഞ്ചിക്കത്തില്ല, ചതിക്കത്തില്ല, തള്ളിക്കളയില്ല, ഒറ്റയ്ക്കാക്കിയിട്ട് പോകത്തുമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ തിരുമോത്തം കൊടുത്താട്ടെ. അത് വായിക്കേ. അറിയുന്നു. ആണോ? അതിന് അടുത്ത് പറയുന്നുണ്ട് നിരൂപണങ്ങൾ. ദൈവമേ, ഇതൊക്കെ നീ ഗ്രഹിക്കേണ്ട കാര്യമൊന്നും, ഞാനും ചന്ദ്രപ്പനുമായിട്ടുള്ള വിഷയം ഞങ്ങളങ്ങ് പറഞ്ഞു തീർത്തോളാം, നീ ഇത് ഗ്രഹിച്ചു വെക്കേണ്ടതെന്താ? നിങ്ങളൊന്ന് ചിന്തിച്ചാട്ടെ. ഇപ്പൊ ഞാനും അജീഷും തമ്മിലൊരു വിഷയമുണ്ട്, ഞങ്ങൾ പറഞ്ഞ് കോംപ്രമൈസ് ആയിക്കോളാം കർത്താവേ. ഇതൊക്കെ അവിടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തേണ്ട കാര്യം എന്ത്? ഇപ്പൊ മനസ്സിലായോ? നിന്റെ എല്ലാ വഴികളും പിടിക്കും. നമ്മൾ പറയും നല്ലത് മാത്രം അവർ രേഖപ്പെടുത്തും, ചീത്ത രേഖപ്പെടുത്തത്തില്ല. ആദ്യം രേഖപ്പെടുത്തുന്നത് ചീത്ത. കാരണം എന്നാലേ ഗ്രേഡ് തീരുമാനിക്കാൻ പറ്റും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പുസ്തകം ഉണ്ടെന്ന് വചനമല്ലേ എഴുതിയിരിക്കുന്നേ, ശരിയല്ല? വേറെയും ഉണ്ട്, പ്രവൃത്തിയുടെ പുസ്തകമുണ്ട്. അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കിട്ടും. ഇപ്പൊ മാനസാന്തരപ്പെടാനും മിണ്ടാനും സ്നേഹിക്കാനും എന്നൊക്കെ പറയുമ്പോ ഓരോരുത്തർക്ക് അവരവരുടെ നീതി. അത് ദൈവസഭയിൽ പറ്റത്തില്ല. ഇവിടെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ മറ്റേ റഷ്യൻ പ്രസിഡന്റ് വന്നാലും, അയാളുടെ പേരെന്താ, വ്ളാദിമിർ പുടിൻ വന്നാലും ഇതിന്റെ വ്യവസ്ഥ. നമ്മളെപ്പോൾ 2 കാലമുള്ള മനുഷ്യന് നിർഭാഗ്യവശാൽ അയാൾ പ്രസിഡന്റായി. നമ്മളിവിടെ നിൽക്കുന്നല്ലാതെ വേറെന്ത് വ്യത്യാസമുള്ള? ഈ മനുഷ്യൻ കർഷകനായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും. അങ്ങനെ ചിന്തിച്ചാൽ പോരെ. ഹല്ലേലൂയ. വചനം പുടിൻ വരുന്നുണ്ട്, 3-ാമത്തെ പേജ് കയറി കളയും. നോ, അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കും. നിരൂപണങ്ങൾ, അടുത്തിരിക്കുന്ന കാര്യങ്ങളെടുത്ത് പറയും, നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. നിരൂപണങ്ങളെ അറിയുന്ന ദൈവം. കരം കൊടുത്തോ? അപ്പൊ അത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക്? നമ്മുടെ നിരൂപണം. ഇപ്പൊ നിങ്ങൾ പറയും ഇന്റൻഷൻ. ചിലപ്പോ ഈ കൃപയാ നമ്മുടെ അടുക്കൽ ഒരാൾ വരുമ്പോ എന്ത് പറയാൻ വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തരും. ഈ വാല് പൊക്കിയത് എന്തിനാണ്? ഈ കാല് പൊക്കിയത് എന്തിനാണ്? ഈ വിളംബരം എന്തിനാണ്? നമ്മൾ ചിലപ്പോൾ ഈ ആൾക്കാട് പൈസ ചോദിക്കാൻ വേണ്ടി കറങ്ങി കുത്തി പിന്നെ അങ്ങനെ നേരെ ചോദിച്ചാൽ പോലെ ആദ്യം ഉണ്ടെങ്കിൽ തരും. പക്ഷെ അതിന് ഈ മുട്ടുംപൂലേക്ക് ഇടുന്നതിന്റെ കുറേ കാര്യം എന്നറിയാമോ? അതൊരു മനുഷ്യന്റെ ഒരു ക്യാരക്ടർ. ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ അടുക്കൽ വരുമ്പോൾ പോലും നിന്റെ നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന് കണ്ടാൽ, ദൈവത്തിന്റെ പക്കൽ വരുമ്പോൾ, അടുക്കൽ വരുമ്പോൾ, പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ആലയത്തിൽ വരുമ്പോൾ നിന്റെ നിരൂപണങ്ങൾ നന്നായിക്കൊള്ളട്ടെ. ദൈവം ദൂരത്ത് നിന്ന് അറിയും. നികളിയെ ദൂരത്ത് നിർത്തും. നികളഭാവമുള്ള ഒന്നിനെ അടുപ്പിക്കത്തില്ല. ഞാൻ നികളം കാണിച്ചുകൊണ്ട് എനിക്ക് പ്രസംഗിക്കാൻ പറ്റും, അതിനനുസരിക്കാതെ ജീവിക്കാൻ പറ്റും അല്പകാലം. പക്ഷെ ഞാൻ എവിടെ ഇരിക്കേണ്ടി വരും? അത്ര പറയാതെ മോനെ, ചാകാത്ത മുഴുവൻ കെടാത്തിരിക്കും. നരകത്തിൽ തന്നെ എത്ര ഘട്ടങ്ങൾ നീ അങ്ങ് പുറത്താക്കി കളഞ്ഞു. അപ്പൊ അനുസരിക്കണ്ടായോ? ഇത് പറഞ്ഞത് കർത്താവല്ലേ, ഒരു പ്രവാചകനെ ഏൽപ്പിച്ചില്ല അത് പറയാൻ. പൗലോസിനെ ഏൽപ്പിച്ചില്ല. കുറെയൊക്കെ അവരിങ്ങനെ ആശയം പറഞ്ഞു. യേശു പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞു. കാരണം എന്താ പറയുക, വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കില്ല. വേറെ ആര് പറഞ്ഞാലും എന്ത് ചെയ്തിരിക്കില്ല, അവർ മനുഷ്യർ പറഞ്ഞാലോ. അങ്ങനെയുണ്ട്. ചില അധ്യായങ്ങളൊന്നും വിശ്വസിക്കാൻ നമുക്ക് ഇപ്പോഴും വലിയ താല്പര്യമുണ്ട്. യേശു ഡയറക്റ്റ് പറഞ്ഞു, അതെന്താ നിങ്ങൾ 5, 6, 7 വട്ടമൊക്കെ വിശ്വസിക്കാൻ? മണ്ടാന്ന് വിളിച്ചാൽ നീ, മൂടാന്ന് വിളിച്ചാൽ നീ, മാനസാന്തരപ്പെടാൻ ഞാൻ, അന്യന്റെ കരടെടുക്കാൻ പോകുന്നവനെ,
ഹല്ലേലൂയ. ആയിഷത്തിന്റെ നിരൂപണങ്ങൾ. എന്റെ നിരൂപണം നീ ദൂരത്തിൽ നിന്ന് ഗ്രഹിക്കുന്നു. അപ്പൊ കർത്താവിന്റെ ഒരു ക്വാളിറ്റി ദൂരത്ത് നിന്നാലും കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. നമുക്കാണെങ്കിൽ അടുത്ത് വന്ന് വീഴുന്നത് വരെ നമ്മൾ അറിയാൻ എന്നാണ് നമ്മുടെ വിചാരം. ഹലോ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. ഒരു ചതിയിൽ പെടുന്നവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവൻ ട്രാപ്പിൽ പെടും. എടാ ട്രാപ്പിൽ അത് ട്രാപ്പാണ്. എന്റെ ട്രാപ്പാ ക്ലിങ്. ഇത് ട്രാപ്പിൽ പെട്ടാലോ ഒരു ഞാൻ വന്നേ അവന്റെ കാലിലൂടെ പിടിച്ച് ഈ ക്ലാപ്പിൽ വയ്ക്കും. അപ്പൊ ദൈവം ദൂരത്ത് നിർത്തും. ഹലോ, ഈ സ്നേഹം വല്ല അകത്ത് വെച്ച് കണ്ടിരുന്നേ അതിനൊരു മാന്യത ഉണ്ടായിരുന്നു. അപ്പൊ ദൈവം എന്തിനാ ദൂരത്ത് നിർത്തുന്നത് എന്തിനാണെന്നറിയാം? എന്തായിരിക്കും ശ്രീമാറ ദൂരത്ത് നിർത്തുന്നത്? നമ്മൾ ചില ആൾക്കാരെ ദൂരത്ത് നിർത്തുന്നത് എന്തിനാ? അത്ര സിമ്പിൾ, അത്ര നിങ്ങൾ ആലോചിക്കാത്തായിരിക്കും. എന്തായിരിക്കും അതിന്റെ കർണകടോരമായ കാര്യമുണ്ട്, ചിന്തിക്കേണ്ട കാര്യമുണ്ട്. അടുപ്പിക്കാൻ കൊള്ളുകാലത്ത് അപ്പൊ നേരാമണ്ണം ഇരിക്കണം, നേരാമണ്ണം എഴുന്നേൽക്കണം. നിരൂപണങ്ങൾ ദോഷമുള്ളതെന്ന് കണ്ടാൽ കണ്ടോ, അവരുടെ നിരൂപണങ്ങൾ ദോഷമുള്ളത്, അവരുടെ ഹൃദയം ദുഷ്ടത നിറഞ്ഞത്, ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമമുള്ളത്, അതെപ്പോഴും പതയ്ക്കുന്നത്. ഹൃദയം കണ്ടുണ്ടായി. ഞാൻ പറഞ്ഞ ആ പതപ്പല്ല. ഇപ്പൊ നിങ്ങളെ നമ്മളൊരു കാര്യം ചിന്തിച്ചോണ്ടിരിക്കുമ്പോ എത്ര കാര്യങ്ങളാ കയറി വരുന്നത്. ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോ പിന്നെ കല്യാണം കഴിഞ്ഞവർക്ക് തോന്നും ശേടാ ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ടായിരുന്നല്ലേ. കഴിക്കാത്തവർക്ക് തോന്നും കഴിച്ചേക്ക് കൊള്ളാൻ. കഴിച്ച് പരാജയപ്പെട്ടവർക്ക് തോന്നും എടാ നിന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പൊ നിരൂപണങ്ങൾ പലതാണ്. ദൈവസന്നിധി വരുമ്പോ ദൈവമക്കളെ ഞാൻ ഈ വടി ഇങ്ങനെ എടുത്തിട്ട് ഇത് ചിലരുടെ മേൽ ഇപ്പൊ പതിയും, ചിലരുടെ മേൽ ഇത് പതിയും. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു, ഇരിക്കവിടെ. ഹല്ലേലൂയ. അപ്പോ നിരൂപണം മാറ്റി വെക്കണം. ദൈവസന്നിധി വരും ആരെ കുറിച്ച് ദോഷം നിരൂപിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത വായിച്ചോട്ടെ. എന്റെ നടപ്പും കിടപ്പും ആ വാക്ക് എല്ലാവരും പറഞ്ഞോട്ടെ. നടപ്പും കിടപ്പും. ഈ വചനം അല്ല എടുത്തു വെച്ചാൽ കയറി വരുവാ. നടപ്പും കിടപ്പും ഒക്കെ ശോധന ചെയ്യുന്നു. അപ്പൊ ഒരാൾ നടന്നു വരുന്നു. ശോധന ചെയ്യാതെ വിടുകയില്ല കർത്താവ്. അപ്പൊ 3-4 കാര്യങ്ങൾ കണ്ടോ. ഒന്ന്, നിന്റെ എല്ലാ വഴികളിലും. അടുത്ത ആ വഴികളെ കുറിച്ച് പറയുമ്പോൾ നോക്ക്, നീ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും, അതിന്റെ നിരൂപണങ്ങൾ. വേറെ കാര്യം അറിയോ? നിഗളി ദൂരത്തെടുത്തു എന്ന് പറഞ്ഞില്ലേ? സൗരങ്ങളെ നിസ്സാരമായിട്ട് കാണരുത്. നിഗളഭാവം വന്നു കഴിഞ്ഞാലാണ് എതിർക്കുന്നത്. നിഗളഭാവമാണ് പിന്നെ നിഗളി ഒരിക്കലും വചനം കേൾക്കില്ല. അവരുടെ കയ്യിലൊരു 60-70 സെന്റിമീറ്റർ സ്കെയിൽ കാണും. നിഗളി എപ്പോഴും എന്ത് ചെയ്യും? നിഗളി അളന്നളന്ന് നരകത്തിന്റെ കോല് വരെ അളക്കും. എന്നിട്ട് അവരെവിടെ എത്തും? മനസ്സിലായോ? നീ ഒരു നിഗളി അങ്ങോട്ട് പോയിട്ടുണ്ട്. അടുത്ത നിഗളം ഭാവിച്ച് അവന്റെ ഭാവമായിട്ട് പോയി കഴിഞ്ഞാൽ അളന്നളന്ന് ഇത് പുഴു കിടക്കുന്ന സ്ഥലം 36 സെന്റിമീറ്റർ ഇങ്ങനെ അളന്നളന്ന് ബോട്ടർലെസ് എർത്തിലെത്തും. ദൈവമക്കളെ, നിഗളം വിട്ടൊഴിയണം. അപ്പൊ നോക്ക്, എല്ലാ വഴികളിലും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നിന്റെ നിരൂപണങ്ങൾ. അടുത്തോടെ നടപ്പും കിടപ്പും. നല്ല നടപ്പുണ്ട്, നല്ല കിടപ്പുണ്ട്. ചില കാര്യങ്ങളൊക്കെ കിടപ്പിലാ വരുന്ന ചിന്തകൾ. ഇനി വേണമെന്ന് തല ചായ്ക്കാം. ഇങ്ങനെ ഒരു വിശ്രാമം കൊള്ളുന്ന സമയത്താണ് ഈ വിശ്രാമം കൊണ്ടിട്ട് ബെത്തമേലിൽ നിന്ന് എഴുന്നേറ്റ് ഒരു നടന്നു നമ്മുടെ ദാവീദപ്പച്ചൻ. ശേഷം ചിന്ത്യം. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നു, ഞാനത് കൂടുതൽ ചിന്തിക്കുന്നില്ല. വചനം പറയുന്നു നടപ്പും
കിടപ്പ്. അപ്പൊ നമ്മളിപ്പോ പറയാണ് ഞാൻ റോഡ് വരെ പോയിട്ട് വരാം. ഉദ്ദേശമുണ്ടോ ഇല്ലയോ? ചുമ്മാ ഒരുത്ത ഇറങ്ങി റോഡിൽ പോയാൽ നമ്മൾ അവരെ കുറിച്ച് എന്ത് പറയും? പിരി പോയെന്ന് പറയും. ഒരാള് ചുമ്മാ എഴുന്നേറ്റ് ഇപ്പൊ ഇവിടെ നെയ്യാറ്റുകര നടന്നാണ്, ഒറ്റ നടപ്പിൽ നെയ്യാറ്റുകര. ഞാൻ ഈ അപ്പച്ചൻ്റെ ആരും ഇരിക്കുണ്ടായിരുന്നു. പാവം ഇങ്ങനെ നടക്കുക, ചുമ്മാ നടക്കുവോ? നിന്റെ നടപ്പും കിടപ്പും. എന്തിനവിടെ പോയി എന്നുള്ളതിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്തിന് രാവിലെ പൗഡർ ഇട്ടു അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. പൗഡർ ഇടണ്ടെന്നൊന്നും ഞാൻ പറയില്ല, ഇട്ടോളൂ. നല്ല വസ്ത്രം ഇട്ടോളൂ. പക്ഷെ ഈ പിടിച്ചിടലിന്റെ പറയും ഇതിലൊരു ഇന്റൻഷൻ ഉണ്ടാവും. നമ്മളാരും ഈ ബട്ടൺസ് എടുത്ത് ഇവിടെ ഇടില്ലല്ലോ. അത് ക്ലിയർ ചെയ്യാനാണെങ്കിൽ കുഴപ്പമില്ല. ഇതിനെന്തോ പ്രശ്നമാണ്. അപ്പൊ നടപ്പും കിടപ്പും. ഇനി വൃത്തിയില്ലാതെ പോയാലും പ്രശ്നമാണ്. വീട്ടിൽ നിൽക്കുന്നത് പോലെ അതുവരെ പന്ത തലയും വെച്ചുകൊണ്ട് പോകാം, അതും പ്രശ്നം. അങ്ങനെയുണ്ട് ചിലര്. ഓ കല്യാണം ഇനി എന്നാ വൃത്തിയാകാൻ, കുളിച്ചിട്ട് 6 മാസമായി, ഇനി എന്താ ഇങ്ങനെ? അയ്യോ, അത് ഭയങ്കര മോശം. കർത്താവ് അടുപ്പിക്കുകയല്ല. കർത്താവ് സൗന്ദര്യമുള്ളവരാണ്. നീ ഇച്ചിരിയൊക്കെ വൃത്തിയോടെ നടക്കണമെന്ന് വചനം പറയുന്നുണ്ട്. കുളിക്കണം, ആ എണ്ണ തേച്ച് കുളിക്കണം. അങ്ങനെ ഒരു ഭാവമുണ്ട്. ഓ ഇനി എന്നെ കുഴിക്ക് കാലം നീട്ടിരിക്കണേ, എനിക്കിനിപ്പോ എന്തിനാ വസ്ത്രം അടക്കം നാറി തന്നെ ഇത്തിരി എണ്ണ തേച്ച് കുളിച്ചെന്ന് പറഞ്ഞ കൊണ്ട് തൊലി അഴുകി പോകും. ഈ പഴയ നിയമ പുസ്തകത്തിൽ നീ പിന്നെ മറപ്പുര ഇത് ബാത്റൂമിൽ പോകും. പണ്ട് ഇതുപോലത്തെ ബാത്റൂമിൽ ഇല്ലല്ലോ, ഹൈടെക് ഒന്നും ഇല്ലല്ലോ. പോകുന്ന സമയത്ത് അവിടെ നീ ഒരു പാര കൂടെ കൊണ്ടുപോകാനാ പറഞ്ഞിരിക്കുന്നത്. പൂച്ചയ്ക്ക് ആ ബുദ്ധി കർത്താവ് കൊടുത്തു, മനുഷ്യന് പാരയും കൊടുത്തു. ഈ കുഴി തോണ്ടിയിട്ട് കുഴി മൂടണം. പൂച്ച കൈ കൊണ്ട് മാന്തി ഇട്ട് മൂടി വെക്കണുണ്ടാ. ആരായി നീ അത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന്, അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കും. പൂച്ച താനെ അനുസരിച്ചോ. നീ അത് മറയ്ക്കുന്നുണ്ടോ? നീ വൃത്തിയുണ്ടോ? വേറെ ഭാഗത്തോടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോ തുണികളെല്ലാം വാരി കൂട്ടിയിട്ടേക്കുക. മുഷിഞ്ഞ തുണി എല്ലാം കഴുകാൻ ആളില്ലേ വീട്ടിൽ? നനയ്ക്കാൻ ആളില്ലേ? എന്റെ റൂമിൽ കയറിയപ്പോ എനിക്ക് അതിശയം. ഇത്രയും കാര്യങ്ങൾ ഡംപ് ചെയ്തത് ഞാനാണ്. വൃത്തിയാക്കണ്ടേ? എന്റെ നടപ്പും കിടപ്പും ശോധന ചെയ്ത് ദൈവം അറിയും. ഹല്ലേലൂയ. ഞാൻ ഇന്റൻഷൻ പറഞ്ഞതിനെന്ന് മനസ്സിലായോ? എന്തിനാണ് എഴുന്നേറ്റ് പോയെന്ന് നന്നായി അറിയുന്നത്. ഇതിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പുറത്ത് കേശവ വൈദ്യം വന്നത്. അത് ഈ യുവരാജ് അടിച്ചോണ്ട് നിന്നപ്പോഴാണ് 3 ബാൾ 2 റൺ വേണം. അപ്പോഴാണ് കർത്താവിന്റെ വിളി വന്നത്. വാ നമുക്ക് സുവിശേഷം ചെയ്യാൻ പോവാം, പ്രാർത്ഥിക്കാം. ഈ സമയത്തൊരു അങ്കലാപ്പുണ്ടേ. 3 ബാൾ 2 റൺ കർത്താവിന്റെ വിളി. ഏത് തിരഞ്ഞെടുക്കും? 3 ബാൾ 2 റൺ കർത്താവിന്റെ വിളി. ഏത് തിരഞ്ഞെടുക്കും? നിന്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് കർത്താവ്. ഞാൻ എറണാകുളത്ത് ജോലി ചെയ്തപ്പോൾ ഞങ്ങളുടെ സാറിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ക്രിക്കറ്റുള്ള അന്ന് ഭയങ്കരമായിട്ട് ക്രിക്കറ്റ് ഭയങ്കര എസ്റ്റാബ്ലിഷ് ആയ സമയം, ഇപ്പോഴത്തെ പോലെയല്ല, പണ്ട് ഭയങ്കരമായിട്ട് സ്റ്റാർസുകളുള്ള സമയം. അപ്പൊ ഈ ദിവസങ്ങളിൽ ഇവരാരും വർക്കിന് പോകത്തില്ല എന്ന് ഇവന്മാർ എവിടെയെങ്കിലുമൊക്കെ കവലകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പുള്ളിക്കറിയാം. അതുകൊണ്ട് പുള്ളി നൈസായിട്ട് വിളിച്ചു, എടാ എത്രയും സ്കോർ എത്രയായി? ഇന്ത്യ എത്രയായി? ഇവൻ നിഷ്കളങ്ക ഹൃദയത്തോട് പറയും 12 റണ്ണ് 3 പേര് ഔട്ടായെന്ന് പറയും. അപ്പൊ ഇയാള് റെഡ് മാർക്ക് ഇടും. 3 റെഡ് മാർക്കിന് ഒരു ദിവസത്തെ ശമ്പളം ഇല്ല. പിന്നത്തേന് മനസ്സിലായി പുള്ളിക്ക് ആ ബുദ്ധി. എന്റെ കർത്താവിന് ഈ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ നടപ്പും കിടപ്പും അവൻ നന്നായ. കിടപ്പ് ഞാൻ തൊടുന്നില്ല, നിങ്ങൾക്ക് അറിയാം. അതിനെക്കുറിച്ച് ഒരു പ്രബന്ധം എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതി തരും. ഹല്ലേലൂയ. മതി. എന്റെ വഴികളൊക്കെയും നിനക്ക് ഇപ്പോഴെങ്കിലും അത് സമ്മതിക്കാം, സമ്മതിച്ചു കൊടുക്കാം. ദൈവമേ, എന്റെ വഴികളെല്ലാം നീ അറിഞ്ഞു അല്ലേ? നമ്മളിലെ കള്ളരും കള്ളിയെന്ന് പറയും. എങ്കിലും ആ ഓടവരമ്പത്തിന്റെ അറ്റത്തൂടെ പോയത് ഞാൻ ചാക്ക് വാങ്ങിക്കാൻ പോയതായിരുന്നു.
വേറെ ഒന്നിനും പോയതല്ല. അതുകൊണ്ട് ഈ കള്ള നിന്റെ വഴികളൊക്കെയും ആർക്ക് മനസ്സിലായി? ഇനി വായിച്ചട്ടെ 91 സങ്കീർത്തനത്തിന്റെ വഴികൾ. ഈ എല്ലാ വഴികളും മനസ്സിലായി ഏതൊക്കെയാണ്? നിന്റെ എല്ലാ വഴികളിലും കണ്ടോ? പഴയ നിയമത്തിലാണ് ദൂതൻ, പുതിയ നിയമത്തിൽ ആത്മാവാണ്. അപ്പൊ പുതിയ നിയമത്തിൽ ദൂതൻ ഇല്ലെന്നൊന്നും പറയണ്ട. നേരത്തെ പറഞ്ഞില്ലേ, പത്രോസിനെ കൊണ്ടുപോകാനായിട്ട് 64 പേര് നിന്നതും ഗേറ്റ് കടന്നു പോയതും രോധ മാത്രമാണ്. രോധയല്ലേ അവിടെ പേര്? രോധ മാത്രമാണ് കൂടെ വന്ന് പത്രോസ് വന്നപ്പോ ബോധം കെട്ടുപോയി. നോക്കിയത് മറ്റവർക്കറിയാം വരികയല്ലെന്ന്, അതുകൊണ്ട് കുത്തി എഴുതൊക്കെ പ്രാർത്ഥിക്കുക. ശരിയല്ലേ? നമ്മളെ പോലെ തന്നെ ആ വിഷയത്തിന്റെ മേൽ അങ്ങ് പ്രാർത്ഥിക്കുക. ഇന്നും നാളെ മറ്റന്നാളും വേണമെങ്കിൽ 21 ദിവസം ഇരുന്ന് ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ബുദ്ധിയില്ലാത്ത കോറകഴുതകൾ നമ്മളെ കാണുന്നു. അവിടെ ആ പെൺകൊച്ച് മനോഹരമായിട്ട് കൂടെ വന്ന് നോക്കി. പത്രോസ് ഒന്നോ നോക്കട്ടെ പ്രവൃത്തിയെ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അത് നല്ലൊരു കാര്യം, നല്ലൊരു മർമ്മ പറഞ്ഞേ. സംഗതി പത്രോസ് വന്നപ്പോൾ ഇവിടെ പേടിച്ചു എന്നുള്ള സത്യമാണ്. നമ്മളവിടുത്തെ ഇടയിൽ നിന്നൊക്കെ മരിച്ചുപോയ ആൾക്ക് അടുത്ത ദിവസം വന്ന് അവിടെ കവലയിൽ നിന്ന് എങ്ങനെ ഇരിക്കും? പണ്ടിവിടെ തൂങ്ങി മരിച്ചൊരു മനുഷ്യനുണ്ട്. ഞാനിവിടുന്ന് റോഡിൽ കയറുമ്പോൾ ആ മനുഷ്യൻ നിന്നിട്ട് ജിബു എന്ന് വിളിച്ച് എങ്ങനെ ഇരിക്കും? സ്പർശിക്കില്ലേ? ശാസിക്കത്തില്ലേ? ഇനി കുശലം പറയാൻ പോവോ? ഓടി തടിയെടുക്കത്തില്ലേ? ഭയം നമ്മുടെ ഒരു സമ്പത്തല്ലേ? ആമേൻ. അപ്പൊ നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അപ്പൊ പ്രത്യാശ ഉള്ളവരായിരിക്കും. അടുത്തിരിക്ക് കരം കൊടുത്ത് പറയൂ. അപ്പൊ എല്ലാ വഴികളിലും ദൈവത്തിന്റെ കണ്ണുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? എല്ലാ വഴികളിലും എന്റെ ദൈവത്തിന്റെ, കാരണം ദൈവത്തെ മറക്കാൻ ആർക്കും പറ്റത്തില്ല. ഒരാള് വായിച്ചട്ടെ, എബ്രായ പുസ്തകം 4:11-12 വായിച്ചട്ടെ. എബ്രായ പുസ്തകം 4-ാം അധ്യായം. അത് 12 ആണോ? 13 വായിച്ചട്ടെ. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലതും അവന്റെ കണ്ണിന് നഗ്നവും. നമ്മളെന്തെങ്കിലും പൊത്തിപ്പിടിച്ച് ഒളിച്ചു വെച്ചാലും അതാരും കാണാം. പണ്ടത്തെ കാലത്തൊക്കെ ലെറ്റർ ഒളിച്ചു വയ്ക്കും. ഇപ്പൊ ലെറ്റർ അല്ല, മൊബൈലിലാ പലതും ഒളിച്ചു വയ്ക്കണം. ഹല്ലേലൂയ. ആമേൻ. സൗരങ്ങളെ ഈയിടയ്ക്ക് ഒരു പയ്യന്റെ മൊബൈലും ലാപ്ടോപ്പും കംപ്ലൈന്റ് ആയി. ലാപ്ടോപ്പ് അപ്പൊ ഇവൻ നന്നാക്കാൻ കൊണ്ട് കൊടുത്തവൻ നന്നാക്കി നോക്കിയപ്പോ കണ്ട കാഴ്ച കണ്ട് അവന് ബോധക്കേട് വന്നു. അവൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു. ഇവന്റെ എല്ലാ വിക്രികളും അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പോലീസുകാർ തേർവാഴ്ച നടത്തി ആ പയ്യന്റെ ജീവിതത്തിന്റെ മേൽ. ദൈവമക്കളെ, നിങ്ങളുടെ അടുക്കൽ വരുന്നവരെ നിങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യരുത്. അനാവശ്യമായ ഫോട്ടോകൾ കൈമാറരുത്. ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ നിങ്ങളെ സമീപിച്ചേക്കാം. നിങ്ങളുടെ ശരീര അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളണം. സ്നേഹം മൂത്തിട്ട് കാമം മൂത്തിട്ടൊന്നും ഇതൊന്നും കാണിച്ചു കൊടുക്കരുത്. അങ്ങനെ തന്നെ പച്ചയായിട്ട് പറയാം. ഞാൻ പറഞ്ഞില്ലേ, നാട്ടുകാർ പറയാം. എനക്കാൾ നല്ലത് ഞാൻ പറഞ്ഞു, വീട്ടിൽ പറഞ്ഞല്ലേ നല്ലത്. ഹല്ലേലൂയ. പിറ്റേന്ന് കയ്യാമം വെച്ച് ഇവനെയും കൊണ്ട് നെയ്യാറ്റിൻകരയിലും കളിക്കാവളയിലും ഒക്കെ കൊണ്ട് നടന്ന ഒരു സീനുണ്ട്. ആ പയ്യന്റെ ജീവിതത്തിന്റെ മേലെ അവൻ തകർന്നുപോയി. തകരേണ്ടവൻ തന്നെ. കാണിച്ച കോപ്രായത്തിനുള്ള അത്രയുണ്ട്. അവനെ വിശ്വസിച്ചവരെയൊക്കെ വഞ്ചിച്ച് അവരുടെ പടങ്ങളെല്ലാം അവൻ രഹസ്യമായി രേഖപ്പെടുത്തി വെച്ചിരുന്ന മൊബൈൽ, ഈ ലാപ്ടോപ്പ് ഒരു സോഫായി പോയി. നമ്മളെന്ന് വല്ല പിടിക്കാതിരിക്കുന്നുണ്ട്. കൃപ, കർത്താവിന് സ്നേഹമുള്ളത് കൊണ്ട് അതൊക്കെ മറച്ചു വെച്ചിരിക്കുന്നു ഓർത്തു. ഒരു പിന്നാരെങ്കിലും ഇട്ടാൽ എല്ലാം വെടികൊണ്ടതുപോലെ സൈലന്റ്. ഇതൊക്കെയോ ഉണ്ടെന്നല്ലയോ? ആമേൻ. ഇതൊരു വളരെ ജാഗ്രത ഉണ്ടാവണം ഈ കാലത്ത്. ഹല്ലേലൂയ. സ്കൂളുകളിൽ മുട്ടായി വിലക്കുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷനിൽ മുട്ടായി എടുത്ത് കൊണ്ടു കൊടുക്കുന്ന പരിപാടി നമ്മൾ രക്ഷിക്കും. ആമേൻ. കൊടുക്കരുത്, വാങ്ങരുത്, ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് തരുന്ന ഭക്ഷണം
ജാതി കൊണ്ടുവരുന്ന ഭക്ഷണം വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കും. വിഗ്രഹാർപ്പിതം വേണ്ട എന്ന് പറയാൻ ധൈര്യം കാണിക്കും. അതുപോലെ തന്നെ വേറൊരു സാധനം ഉണ്ടല്ലോ, ഈ റംസാൻ കഴിഞ്ഞിട്ട് ഇഫ്താർ വിരുന്ന്. ഇപ്പോൾ പാത്തുമ്മ വിളിച്ചതല്ലേ പോയി ഇഫ്താർ കുടിക്കള. ഇഫ്താർ കൂടരുത്, പാത്തുമ്മ എന്നെയും കൊണ്ട് പോകും. എന്നെ പൊന്നാനി കൊണ്ടുപോയി വെട്ടി നിന്നെ അവരുടെ ആളാക്കും. ലവ് ഇതൊക്കെ നാട്ടുകാർ പറയാതിരിക്കാൻ ഞാൻ പറഞ്ഞു തരുവാ. ഹല്ലേലൂയ, ആമേൻ. നിങ്ങൾ വിഗ്രഹാർപ്പിതം എന്ത് ചെയ്യരുത്. ദൈവസഭയ്ക്ക് അത് നിഷിദ്ധമാണ്. ആമേൻ. എടത്വപ്പള്ളിയിൽ നിന്ന് ഉപ്പും കുരുമുളകും വേറെ ഒന്നൊരു സാധനം കൂടിയുണ്ട്. ബോഡി മോരോ നൂല്. പച്ചമാങ്ങ എപ്പോഴാ പച്ചമാങ്ങ കിട്ടി ഇരിക്കട്ടെ ചേച്ചി. ആ കുരുമുളക് അന്വേഷിച്ച് നടക്കായിരുന്നു. അതിനുള്ള കുരുമുളക് എടുത്ത് പച്ചമാങ്ങ എടുത്ത് ഒരുമിച്ച് വെച്ച് തട്ടരുത്. സഹോ ഹല്ലേലൂയ, ആമേൻ. നമ്മൾ അങ്ങോട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോ 9 വിരൽ ഇങ്ങോട്ട് അടിക്കുകയാണെന്ന് തോന്നുന്നു. ഹല്ലേലൂയ. അത് ചിലപ്പോ കുരുമുളകായിരിക്കും, നിങ്ങൾ പാളയായിരിക്കും തിന്നുന്നതാണ്. ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. എന്റെ വിഗ്രഹാർപ്പിതം സഭയ്ക്ക് നിഷിദ്ധമാണ്. ആമേൻ. പറഞ്ഞേട്ടോ മക്കളെ, കേട്ടോ. ആരെങ്കിലും ഇഫ്താറിന് വിളിച്ചാൽ ഞാൻ ഉപവാസം ഇടന്നങ്ങ് പറഞ്ഞു, എന്നിട്ട് അന്നങ്ങ് ഉപവസിച്ചാൽ പോരെ. നിങ്ങൾ രാവിലെ ഇഫ്താറിന് വിളിച്ചാൽ രാവിലെ മുതൽ ഉച്ച വരെയാണെന്ന് പറയും. വൈകുന്നേരത്തിനാണ് അങ്ങനെ സൂചന കണ്ടാൽ ഞാൻ ഒരു കർത്താവ് ഇടപെടുന്നത് വരെ ഉപവാസത്തിലാണ്. കള്ളം പറയല്ല, അങ്ങ് ആയിരുന്നാ മതി. രക്ഷപ്പെട്ടില്ലേ? കണ്ടാ ട്രിക്ക് കൂടെ പറഞ്ഞു തന്നില്ലേ, നാട്ടുകാർ പറഞ്ഞു തരും. അങ്ങനെയെങ്കിലും നിങ്ങൾ ഉപവസിക്കുക. ഹല്ലേലൂയ. ഇത് മറ്റേ വിരുന്ന് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുവാണ്. ഓണം വന്നിരുന്നെങ്കിൽ, ഈസ്റ്റർ വന്നിരുന്നെങ്കിൽ, റംസാൻ വന്നിരുന്നെങ്കിൽ, ഈ ഇടയ്ക്ക് ഏതാ ക്രിസ്മസ്. അവരെന്നെ ഊട്ടി, എന്നെ അമ്മയെ പോലെ, എൻ്റെ സഹോദരികളെ പോലെ, സഹോദരന്മാരെ പോലെ അതിനകത്ത് വിഷം കൂടെ ചേർത്താ തരുന്നത്. ഇങ്ങനെ പറയണ്ടേ, നീയും ബ്രൂട്ടസ്, നീയും ചെയ്തോന്ന് ചോദിക്കേണ്ടി വരും. ജാഗ്രത. വായിച്ചേട്ടെ. അല്ല, ഇതൊന്നുകൂടെ ഞാൻ പറയട്ടെ. ഇഫ്താർ വരുന്ന തുപ്പിയാ തരണമായിട്ട്. നിങ്ങളത് വേണത് മുക്കറിമാര് തുപ്പിയിട്ട് തരുന്ന ഫുഡാണ്. വടക്കോട്ട് മസ്റ്റായിട്ട് തുപ്പിയിട്ട് തന്നെ തന്നെ അവർ ഓതിയിട്ടാണ് തന്നെ. ഇനി ഓതിയെന്ന് കഴിച്ചെന്ന് പറഞ്ഞിട്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നീ പുതിയൊന്ന് മാന്തരുത്. പോയി ഒരു വേർപാട് വേണം. അവരോട് പറയണം, എൻ്റെ വീട്ടിൽ വന്ന് നീ ഭക്ഷണം കഴിക്കുമെങ്കിൽ ഞാൻ കൂടാന്ന് പറയണം. അവർ വരില്ല. അവർ മറ്റൊരു ജാതിയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുന്നില്ല. പിന്നെ എന്തിനാ അവർ ഇഫ്താർ നമുക്ക് വരണത്? എന്നാരും വിളിച്ചിട്ടില്ല കേട്ടോ, ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ വിളിക്കും. വീഴുമെന്ന് അറിയുന്നവനെ വിളിക്കും. ദുഃഖം വിളിച്ച് ദുഃഖക്കഞ്ഞി കുടിക്കാൻ പോകരുത്. അമ്പലത്തിന്റെ അടുത്തൂടെ പോകുമ്പോൾ ആ ഭക്തജനങ്ങളെ സൗജന്യ അന്നദാനം നടക്കുകയാണ്, ഞാൻ കാത്തിരിക്കുകയായിരുന്നു, ദൈവമേ നീ ഉണ്ട് എന്ന് പറഞ്ഞ് കയറി പോയി കഴിച്ചു കളയുന്നു. കേട്ടോ ശ്രീമാറേ? ആ, അടുത്ത വാക്യം. അവൻ എന്നെ കൈകളിൽ വഹിച്ചുകൊള്ളുമെന്നാണ് അതിനെഴുതിയിരിക്കുന്നത്. ഇതെഴുതിയ സങ്കീർത്തനക്കാരന്റെ ഉള്ളിലെ പ്രത്യാശ എന്താണ്? അവന്റെ അകത്ത് വ്യാപരിച്ച സ്നേഹം എന്താണ്? ദൈവത്തോടുള്ള അവന്റെ ട്രസ്റ്റ് എന്താണ്? ആമേൻ. നമ്മളാണെങ്കിൽ പരീക്ഷ എഴുതുമ്പോൾ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ പോലും 1000 സംശയമാണ്. എന്തെങ്കിലും ഒരു പരാജയം വന്നു കഴിഞ്ഞാൽ ഞാൻ എന്നാ തെറ്റ് ചെയ്തിട്ടാണ് നീ തെറ്റ് ചെയ്താലും ഇല്ലെങ്കിലും സംഭവിച്ചത് നല്ലതിനാണെന്ന്. അപ്പ നീ നിന്റെ മകനായിട്ട് ഞാൻ ഇരിക്കുന്നിടത്തോളം കാലം ദോഷമൊന്നും നീ എനിക്ക് എന്ത് ചെയ്യില്ല, തരില്ല. അതുകൊണ്ട് യഹോവ ഭക്തിയുള്ള പുരുഷനെയും യഹോവ ഭക്തിയുള്ള സ്ത്രീയെ വിവാഹം കഴിക്കാം. പറഞ്ഞേട്ടോ, കാണാൻ കൊള്ളാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് കെട്ടാൻ പോകരുത്. ഹലോ ചിലരുടെയൊക്കെ പോക്ക് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കർത്താവേ എന്താ നഷ്ടപ്പെടുത്തുന്നതെന്നും എന്താ നേടുന്നതെന്നും ഒരു നാൾ അറിയും.
ആമേൻ. അടുത്ത വാക്യം സിംഹത്തിന്മേലും അണലിന്മേലും ഇനി കണ്ടോ, ചവിട്ടുന്നു. നിന്റെ വഴികളിൽ മറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവം പറയുക. ഇവിടെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ സിംഹം അവന്റെ മുമ്പിൽ വന്നാലും വരുമെന്നല്ലയോ അതിന്റെ അർത്ഥം? ഉള്ളോണ്ടല്ലയോ അത് എഴുതി വെച്ചേക്കണേ. നമ്മളീ പറയുമ്പോൾ 4 കാലിൽ വരുന്ന സിംഹം അല്ലത്. അതിനെ കണ്ടാൽ നീയും പേടിക്കും, ഞാനും പേടിക്കും, എല്ലാവരും ഓടും. കാരണം എന്നാ ദാനിയേൽ പേടിച്ചില്ല, കണ്ടോ? കാരണം വേറെ ഓടാൻ വേറെ നിവൃത്തിയില്ല. യേശുവെ എന്ന് വിളിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയല്ലാതെ വേറെന്താ വഴി? അപ്പോൾ പോക്കി തന്നെ യഹോവയായിട്ട് മുദ്രയിട്ടു. ഇനി താഴെ പോയിട്ട് ഇറങ്ങി ഓടാൻ കാടില്ല, വീടില്ല, മുറിയില്ല. ഉള്ള കാര്യ പറഞ്ഞു. വിശ്വാസ വീരന്മാരുടെ പട്ടികയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ദാനിയേല് അങ്ങനെയല്ലയോ ഞാൻ വിശ്വസിക്കുന്നു. കാരണം ദിനവും പ്രാർത്ഥിക്കുന്ന ഭക്തന്റെ ഉള്ളിലൊരു ആത്മഭാരം യെരൂശലേമിനെ കുറിച്ചാണ്. കിളിവാതിലുകൾ തുറന്ന് എന്ത് ചെയ്യാണ്? യെരൂശലേമിനെ നോക്കി പ്രാർത്ഥിക്കുകയാണ്. എത്ര പേർ സഭയെ നോക്കി പ്രാർത്ഥിച്ചു? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സഭയിരിക്കുന്ന ദിശയുടെ വാതിൽ തുറന്ന്, കർത്താവേ, ഇന്ന് ഞങ്ങൾ ആരാധനയ്ക്ക് പോകുന്ന സഭ നിറഞ്ഞ് കവിഞ്ഞ് അവിടെ വലിയ പ്രവൃത്തികൾ നടക്കണം. ഹല്ലേലൂയ, ആമേൻ. കിളിവാതിൽ തുറന്നിട്ട് വേറൊരുത്തി കിളിവാതിൽ തുറന്നു നോക്കി ഗർഭം അടഞ്ഞു. കിളിവാതിലുകൾക്ക് നല്ലതുകൊണ്ട് ചീത്തയുണ്ടേ. കിളിവാതിൽ കൂടെ നോക്കിയപ്പോഴാ ബർസേബയെ അടിച്ചോണ്ട് പോയത്. പട്ടുപാവിന്ന് കിളിവാതിലായിരിക്കും. ഒരുപാട് വാതിലുകളെ കുറിച്ച് പറയുന്നു. നിന്റെ വാതിൽ അടച്ചു വെച്ചാൽ നല്ലത്. ആമേൻ. കണ്ടോ, സിംഹത്തിന്റെ മേലും അണലിമേലും. അപ്പൊ ഈ സിംഹവും അണലിയും നമ്മൾ വ്യത്യാസം എന്നറിയാം. സിംഹത്തെ പോലെ വരും പിശാച്. നമ്മൾ ആരും കരുതരുത്. വെളിച്ചദൂതന്റെ വേഷത്തിൽ വരുമ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല, ഓ ഞാൻ യേശുവിനെ കണ്ടു. യേശു ആരെന്ന് ആത്മാവ് പറഞ്ഞു തരും. ആത്മാവുമായി ബന്ധമുണ്ടെങ്കിൽ ആത്മാവ് പറഞ്ഞു. നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചിരിക്കും, കേട്ടിരിക്കുക. കുഴപ്പമൊന്നും അറിയോ? വചനം പറയുമ്പോൾ വചനം നോക്കിയാല, പ്രസംഗിക്കുമ്പോൾ വചനം നോക്കിക്കൊണ്ടിരിക്കും. ഗുരുത്തക്കേടുകളല്ലാതെ ചെയ്യുന്നു. ആമേൻ. നിന്റെ എല്ലാ വഴികളിലും, ആ വഴികളായി പറഞ്ഞു വരുന്നത്, ആദ്യം ഉറപ്പിക്കണം, എന്റെ വഴികളിൽ എല്ലാം കർത്താവ് കണ്ടതുകൊണ്ട് എനിക്ക് ഇനി കള്ളം ചെയ്യാൻ പറ്റുകയില്ല. ഇത് മനസ്സിലായോ? ഈ ഒരു വിശ്വാസം സഭയ്ക്കുണ്ടാവണം. ആമേൻ. ഏട്ടാ ശ്രീമാരെ നിരൂപിക്കുന്ന എന്തെന്ന് ആരറിയുന്നുണ്ട്? ദൈവം അറിയും. ഇവിടെ നിന്ന് വേണ്ടാത്ത നിരൂപിച്ച് ആരറിയും? അതുകൊണ്ട് ഇനി കള്ളം ചെയ്യാൻ നമ്മൾ പിടിക്കപ്പെട്ട് കഴിയും. വിശ്വസിച്ച നമ്മൾ പല അറകളിലൊക്കെ പലതുമൊക്കെ എല്ലാം വരുന്ന ഇങ്ങനെ തലപിടിച്ച് 4 കുരുക്ക് കഴിയുമ്പോൾ എല്ലാം താഴെ. അയ്യോ 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 എല്ലാം പോയി. നീ നഗ്നവും മലർന്നതും തുറന്നതുമായി കിടക്കുന്നു. നീ അവനോടാകുന്നു കണക്ക് വെക്കേണ്ടത്. ഹല്ലേലൂയ. ഞാൻ പാട്ടസഞ്ചിയിൽ ഒളിപ്പിച്ചു വെച്ചാലും, എന്റെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിൽ അറകൾ ഉണ്ടാക്കി ഞാൻ വെച്ചാലും, യഹസ്കേൽമാരെ വിളിച്ചുകൊണ്ട് കുത്തിത്തുറന്ന് നോക്കാൻ പറയുന്നത്. ഹല്ലേലൂയ. വലിച്ചു പുറത്തിടും. അസൂയ ബിംബങ്ങളെ വെച്ചുകൊണ്ട് ആരാധിച്ചാലും, ആലയത്തിനകത്ത് നിന്ന് സൂര്യനെ ആരാധിച്ചാലും എന്റെ ദൈവം തൊടും പിടിക്കും. ആമേൻ. ഇരിപ്പും കിടപ്പും നടപ്പും എല്ലാം അറിയുന്ന ദൈവം പറയുന്നു, നിന്റെ വഴികളിൽ സിംഹങ്ങളിരിപ്പുണ്ട്. നീ നടക്കുമ്പോൾ നിന്റെ യാത്രകളെ തടയുന്നതുണ്ട്. എന്നാൽ എന്നിൽ പ്രത്യാശ വച്ചവനെ, അത്യുന്നതന്റെ മറവിൽ ആശ്രയിച്ചവനെ, നീ അതിനെ ചവിട്ടി മെതിച്ച് കടന്നു പോകും. അത് വരുമെന്നുള്ളത് ഉറപ്പാണ്. നിന്റെ വിശ്വാസം പുതുക്ക്. ദൈവത്തുള്ള ബന്ധത്തെ പുതുക്ക്. ദൈവത്തിന്റെ ആലോചന കേൾക്ക്. അപ്പൊ ഇതാണല്ലേ വഴിയെന്ന് ചോദിക്കുക ദൈവത്തോട്. ഇടപെടും. പോകരുതെന്ന് പറഞ്ഞാൽ പോകരുത്. ഇല്ല, ഞാൻ പോയി നോക്കിയിട്ട് വരാം, കർത്താവ് ഇവിടെ ഇരുന്നു പറയരുത്. 1-2 അനുഭവം ഉണ്ടെങ്കിലും പഠിച്ചുകൂടെ? പോയിട്ട് അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ തിരിച്ചു വരുന്നില്ലേ? കശുവണ്ടി എല്ലാം പോയിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഒരു കാര്യവും നടക്കാതെ വരുമ്പോ പറയണം ദൈവഹിതമായിരുന്നു, പോകരുതെന്ന് ദൈവം. അപ്പോഴും പറയും ദൈവം എന്നോട് പറഞ്ഞതാ പോകരുത്. ഞാൻ പക്ഷെ പോയി. ഇനി പോയിട്ട് നടന്നെങ്കിലോ? നീ ആലോചന കുരുങ്ങിയില്ലേ? നാശത്തിന്റെ വഴികൾ ഒരുപാടുണ്ട് സഹോദരങ്ങളെ. ദൈവത്തിന്റെ ആലോചനയ്ക്കായി ഹൃദയവും ചെവിയും ഒക്കെ കൊടുക്കുന്നവൻ ഭാഗ്യവാൻ. ആത്മാവ് സഭകളോട് പറയുന്നത്, ചെവിയുള്ളവൻ കേൾക്കട്ടെ.
അവൻ കേട്ട് മനം തിരിയട്ടെ. അപ്പൊ നിന്റെ വഴികളിൽ സിംഹവും അണലിയും, ഇത് രണ്ടും ഒന്ന് ആക്രമിക്കും, ഒന്ന് വിഷം തീണ്ടുന്നതാണ്. രണ്ടും ബലമുള്ളതാണ്. എന്നാൽ പാമ്പ് പതുങ്ങി കൊത്തും. അണലിയുടെ പേര് പലയിടത്തും പറയുന്ന കാര്യം, അണലി വിഷം ചിന്തിയാൽ, അണലി തീണ്ടിയാൽ മരണമുറം. എന്നാൽ നീ അതിന്റെ തലമേൽ ചവിട്ടി പോകാൻ അത്യുന്നതന്റെ കരം നിന്റെ മേൽ ഇരിക്കുന്നത് കൊണ്ട്, അത്യുന്നതന് നീ ആശ്രയമാക്കിയാൽ സിംഹം നിന്നെ നശിപ്പിക്കത്തില്ല. സിംഹക്കൂട്ടിൽ നീ കിടന്നാലും സിംഹത്തിന് നിന്നെ തൊടാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. അണലി നിന്നെ കടിക്കാൻ ആഞ്ഞാലും നിന്റെ കാൽ നിന്റെ തലമേലിരിക്കുന്നത് കൊണ്ട്. കണ്ടോ, അതിന്റെ ആന്തരിക അർത്ഥം പാമ്പിന്റെ തലയെ കാൽവരി ക്രൂശിൽ വെച്ച് ചവിട്ടിയ യേശുവിന്റെ നിഴലാണ്. 91 സങ്കീർത്തനത്തിന് ഒരുപാട് അർത്ഥവ്യാപ്തിയുണ്ട്. ആമേൻ. നീ അതിനെ ചവിട്ടി വിധിച്ച്. ഇപ്പൊ വഴി കിടക്കുന്ന പാമ്പ്, മിണ്ടാതെ അതുവഴി പോണ പാമ്പിനെ ഒന്നും പോയി ചവിട്ടരുത്, കടി കൊള്ളു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അണലി എന്താണെന്ന് അറിയണം. സാത്താന്യ നുഖങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. സാത്താൻ വരുന്ന വഴികളെയാണ്. വരുന്നതിന് വിവേചനത്തിന്റെ ആത്മാവിൽ നീ തിരിച്ചറിഞ്ഞ് നീ ചവിട്ടി മെതിച്ച് കടന്നു പോകും. നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടില്ലേ, ചില അപകടങ്ങളിൽ പെട്ടുപോകാതെ രക്ഷപ്പെട്ടപ്പോ അന്ന് നഷ്ടപ്പെടുത്തിയെന്ന് തോന്നിയാലും പിന്നത്തെ തോന്നിയില്ലേ, കർത്താവെ ആ പാപത്തിൽ നീ എന്നെ വിടുവിച്ചത്? ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നേ, ഉണ്ട്. ഹലോ സഹോദരങ്ങളെ, സഹോദര, ഓർമ്മ അവിടെ ഇന്നൊന്ന് തല ഉയർത്തി നോക്കിയിരിക്കെ, അറ്റൻറ്റീവായിട്ടിരിക്കെ, ശ്രദ്ധിക്കുക. അടുത്ത വാക്യം കണ്ടോ, അവിടെ കാണാം. അടുത്ത കാര്യം കണ്ടോ, ഇനി സിംഹം വന്നിട്ട് നടന്നില്ലെങ്കിൽ ബാലസിംഹത്തെ അയക്കും. അപ്പൊ നമുക്ക് തോന്നും പാപ്പു വന്നോ, സിംഹം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതിന് ഉടനെ പപ്പിക്കുട്ടിന്ന് വിളിക്കും. ആദ്യം വന്നപ്പോ അതെല്ലാം കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്തു? പല്ലും നഖമൊക്കെ കണ്ട് നമ്മള് ഒഴിഞ്ഞു മാറി. പക്ഷെ പപ്പിക്കുട്ടി വന്നപ്പോ പിന്നെ അതിനടുത്ത് ലാളിക്കുന്നു. അതിനടുത്ത് പേരുന്ന ലല്ലലു ലല്ലുലു ലുല്ലുലു ലുല്ലലു. ബാലസിംഹത്തിന്റെ റോൾ ആക്ട് ചെയ്യും. പിന്നെ പെരുമ്പാമ്പ് കടിക്കുകയല്ല, ഞെരുക്കുകയോ. നീ അതിന്റെ അകത്ത് പെട്ടിട്ടേ അറിയും ഞെരുക്കുന്നത്. കണ്ടോ, ചില കാര്യങ്ങൾ ഞെരുക്കുന്നത് കണ്ടോ. ചില പെരുമ്പാമ്പുകളെ പോലെ ഞെരുക്കി 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 മുൻപോട്ടും പിൻപോട്ടും വിടാതെ ഞെരുക്കുന്ന അവസ്ഥകൾ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, അവനിൽ ആശ്രയിച്ചവർ അതിനെ ജയിച്ച് മുന്നോട്ട് പോകും. ഹല്ലേലൂയ. ചിലതിന്റെ മേളിൽ ചില പെരുമ്പാമ്പിനെ വച്ചേക്കുന്നത് അനുവദിച്ചേക്കുന്നതാ. കാരണം ഈ പെരുമ്പാമ്പ് ഇല്ലെങ്കിൽ ഇതെന്നീ മരിച്ചു പോയാൽ. യോബിനെ കൊടുത്തിട്ട് പറഞ്ഞു ജീവനെ തൊട്ടുപോരെന്ന് പറഞ്ഞു. അതുപോലെ ചില പെരുമ്പാമ്പിന്റെ മേലെ ഏൽപ്പിച്ചിട്ട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ജീവനെ തൊടരുത്, എനിക്കുള്ളതാണ്. അപ്പോഴ ഈ പരിജ്ഞാനം ഞാൻ ഗ്രഹിച്ചപ്പോൾ എനിക്കത് അത്യത്ഭുതമായി. എന്റെ മുൻപും പിൻപും നീ അടച്ച് നിന്റെ കൈ എന്റെ മേൽ വെച്ചു. മറ്റതിനെ ഓർത്ത് ഭാരപ്പെടണ്ട, വിഷമിക്കണ്ട. മനസ്സിലാകുന്നുണ്ടോ? നല്ലതിനാക്കി തീർക്കും ദൈവം. ശരിക്കും മനസ്സിലായോ? ചുമ്മാ ഭാരം ചുമന്നു നടക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊന്നാ സന്തോഷിക്കാനുള്ളതാ. ഇപ്പോഴേ ചോദ്യം, അയ്യോ ഇതിലായിരുന്നല്ലേ എന്റെ കർത്താവ്, ഇന്നേ സന്തോഷിക്കും. ആമേൻ. ഇപ്പൊ ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും ഒന്ന് ചവിട്ടിക്കളയും, മറ്റത് മെതിച്ചു കളയും. ഉണ്ടോ? ഇതിന്റെ ആഴം മനസ്സിലായ സൗരങ്ങള്. ഈ പട്ടിക്കുട്ടിയോട് സ്നേഹം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പാവക്കുറ്റി. പാവക്കുറ്റിനെ ഞെരിക്കാനുള്ളൊരു ആത്മജ്ഞാനം വേണം. തന്ത്രങ്ങളുമായി സ്നേഹം നടിച്ചു വരുന്നതിനെ ഞെരിക്കാൻ നിനക്കൊരു ആത്മജ്ഞാനം വേണം. പരിശുദ്ധാത്മാവോട് സഖ്യതയില്ലെങ്കിൽ അത് അറിയത്തില്ല. അല്ലെങ്കിൽ പപ്പക്കുട്ടി തന്നെ ഞെരിച്ചോണ്ട് പോകും. മനസ്സിലാകുന്നുണ്ടോ? വലിയ പെരുമ്പൊന്നും വേണ്ട, അത്യാവശ്യം കാലേ ചുറ്റി കിടന്നാലും അവിടെ കിടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഞെരിക്കും അത്. പക്ഷെ ഇവിടെ എന്താ പറയാ, നീ അതിനെ മെതിച്ചു കളയും. അത് നിന്നെ ഞെരിക്കും, നീ അതിനെ മെതിക്കും. മെതിക്കാന്ന് പറഞ്ഞാൽ ഈഴിച്ച് തകർത്ത് നാശാക്കി കളയും. ദൈവം ഇത് പോക്കറ്റിൽ എടുത്തിടരുത്. പാവം വളർത്താനായിട്ട് പെരുമ്പാമ്പിനെ ആരും കൊണ്ടുപോയത്. നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണം. പാവയല്ലേ, കുട്ടിയല്ലേ, ഒന്നിനെ കൊല്ലരുതെന്നാണ് മേനക കാത്തി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ ഞാൻ വളർത്താനെന്ന് പറഞ്ഞ് കൊണ്ടുപോയത്. ഒന്നിന്റെ പേര് ബാലസിംഹം എന്നാണേ. അടുത്തത് അണലിയൊക്കെ നമ്മൾ കൊന്നുകളയും. അണലിയൊക്കെ നമ്മൾ പിടിച്ച് വിടുവോ?
പെരുമ്പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ അത് കടിക്കല്ല, അതിന് വിഷമില്ലെന്ന് ഇതെല്ലാം ആദ്യം പറയുള്ളൂ. ചേരയെ കണ്ട ആരെങ്കിലും അയ്യ അത് പാവ അതങ്ങ് വെക്കോളൂ ഇങ്ങനെയല്ലേ പറയുന്നത്. പണ്ടൊക്കെ ചേര ഈ ഏരിയ വന്ന് ആൾക്കാർ ഓടിച്ചിട്ട് അടിച്ചു വന്നോളെ. ഇപ്പൊ അത് പോയാലൊന്നും പേടിച്ചിട്ടാ പോകത്തന്നെ പറയും. അടുത്ത് കണ്ടോ, അവൻ എന്നോട് പറ്റിയിരിക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ്, ദൈവസഭ ദൈവത്തോട് പറ്റിയിരിക്കണം. ദൈവമക്കൾ ദൈവത്തോട് പറ്റിയിരിക്കണം. രക്ഷിക്കപ്പെട്ടവർ ആത്മാവിനോട് പറ്റിയിരിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പ്രാപിച്ചവർ ആത്മാവിനോട് പറ്റിയിരിക്കണം. അവർ ദൈവവചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ മാറാതിരിക്കാൻ ഉറപ്പും ധൈര്യവും ഉള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അവരുടെ ഉള്ളിൽ ഒരു ആത്മഭാരത്തെ ദൈവം പകരും. ആ ഒരു ഭാഗം പറഞ്ഞ് ഞാൻ നിർത്തുക. വളരെ ശ്രദ്ധിച്ചോളണം. നെഹമ്യാവിന്റെ ഉള്ളിൽ ഒരു ആത്മഭാരം, ദൈവത്തിന്റെ ഹൃദയം ദൈവം മനുഷ്യന് വെച്ചു കൊടുക്കും. എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റും? ദൈവം തന്റെ പ്രവൃത്തിയെ ചെയ്യാൻ ദൈവത്തിന്റെ ഹൃദയം ദൈവം മനുഷ്യന് വെച്ചു മാറും. വായിച്ചട്ടെ 3-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 4 മുതലുള്ള വാക്യം വായിച്ചട്ടെ. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു കളക എന്ന് കൽപ്പിച്ചു. പഴയ മനുഷ്യരെയും കൊണ്ട് ദൈവത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന പലരോടും പറയുന്നു, മാറാൻ മനസ്സില്ലെന്ന് പറയുന്നവരോട് പറയുന്നു, ചെരിപ്പഴിച്ചു മാറ്റിയേ പറ്റൂ. ഇറ്റ്സ് എ കമാൻഡിങ്. ഇത് ഓർഡറാണ്. ഇത് ഇന്ന് തീരുന്ന ഓർഡറല്ല. നാളെ ഇത് തന്നെ പറയും, മറ്റന്നാൾ ഇത് തന്നെ പറയും. നല്ല ചെരുപ്പാണ്, 900 രൂപയുടെ ചെരുപ്പാണ്, വേണ്ട ഇവിടെ വേണ്ടത്. വുഡ്ലാൻഡിന്റെ ആണ്. നടക്കുകയാണ്. ഇസ്രായേലിലുള്ളത് ഇസ്രായേലിലും, സീസർക്കുള്ളത് സീസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിനും. അപ്പൊ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകയാൽ ഇവിടെ പഴയ ചെരുപ്പിട്ടോണ്ട് എന്ത് ചെയ്യരുത്. മനസ്സിലായ? അടുത്ത മറുപടി, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും നിന്റെ പിതാക്കന്മാരുടെ, നിന്റെ പിതാവിന്റെ ദൈവവുമാകുന്നു. അടുത്ത മോശ പെട്ടെന്ന് മുഖം മൂടി. നമ്മളാണെങ്കിൽ നമ്മൾ മുഖം മൂടുവോ? നമ്മളെന്ത് ചെയ്യും? കാണാൻ കാത്തിരിക്കുകയായിരുന്നു. എന്റെ കാര്യത്തിൽ വല്ല തീരുമാനമാവും ഇന്ന് എനിക്ക് അറിയാം. എത്ര ഭക്തി വരും ദൈവം വരും. ഞാൻ ഉള്ളത് പറഞ്ഞു. ഇപ്പൊ കർത്താവ് നിന്റെ മുമ്പിൽ ഒന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്ത് വേണമെന്ന് പറയും? പലപ്പോഴും പ്രാർത്ഥന മുറിയിൽ കർത്താവ് വന്ന് പോകുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. കാരണം നമ്മളിരിക്കുന്ന ക്രൗര്യത്തോടും ക്രോധത്തോടുമാണ്. പലവിധ വിചാരങ്ങളാൽ വാർത്തയെ പോലെ കഞ്ഞിയടപ്പത്തിട്ടിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. എടിയെ 3ാമത്തെ ഷൂ അടിച്ചോ? സ്തോത്രം ഹല്ലേലൂയ, സ്തോത്രം. ഒന്ന് ഓഫ് ചെയ്തേ കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ കർത്താവിന് വരാൻ എങ്ങനെ പറ്റും? കർത്താവ് വന്നവിടെ മുമ്പിൽ നിന്നാലും നമ്മൾ അറിയത്തില്ല. ഇത് മനസ്സിലാവണം. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഒരു കൂട്ടം ചിന്തകളുമായിട്ടാണ് എന്തിരിക്കുന്നത്, പ്രാർത്ഥിക്കാനിരിക്കുന്നത്. ധ്യാനിക്കാനിരിക്കുമ്പോ തന്നെ കേശവൻ കുട്ടി വന്നു, സാവിത്രി കുട്ടി വന്നു, ലേശാമ്മ വന്നു, ശോശാമ്മ വന്നു, രാവിലെ പറഞ്ഞത് 10 വർഷത്തിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ വന്നു, അന്ന് കടന്ന നൊസ്റ്റാൾജിയ കയറി വന്നു. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോ തന്നെ ചേട്ടാ കഴിക്കാൻ വരുന്നില്ലേ, സമയമായി. അന്നത്തെ പ്രാർത്ഥന ശും. എന്നെ പറയുമ്പോ പ്രശ്നമില്ല, നിങ്ങളാരും ചിന്തകൾ കിടക്കാത്തവരാണ്. ഹല്ലേലൂയ, ആമേൻ. വായിക്കേ. മിസ്രൈമിൽ കിടക്കുന്ന തന്റെ ജനത്തിന്റെ കഷ്ടത കണ്ടു എന്ന് ഹോരേബിൽ ആടിനെ മേച്ചുകൊണ്ടിരുന്ന മോശയുടെ അടുക്കൽ വന്ന് കർത്താവ് പറയുക. എത്ര പേർക്ക് മനസ്സിലായി സൗരൻ? മിസ്രൈമിൽ ആരുടെങ്കിലും പറഞ്ഞാൽ പോരെ. ഈ മനുഷ്യൻ മിസ്രൈമിൽ ഉണ്ടായിരുന്നു. ആര്? ഇന്ന മോശം മിസ്രൈമിലായിരുന്നു. അവിടെ നിന്ന് പിടിച്ചോണ്ടൊന്ന് ഹോരേബിൽ കൊണ്ടുവന്ന് ആടും മേപ്പിച്ച് 40 വർഷം നടത്തിയിട്ടാണ് ഈ പറയുന്നത് അവിടുത്തെ കാര്യമാണ്. എന്തിനാ ഇവിടെ കൊണ്ടുവച്ച് പറയുന്നത്? ഇവിടെ കൊണ്ടുവച്ച് പറഞ്ഞാലേ കേൾക്കും. ഹല്ലേലൂയ. അപ്പൊ നീ എനിക്ക് പ്രിയപ്പെട്ടതാണെങ്കിൽ നിന്നെ വശീകരിച്ച് മലയുടെ മുകളിൽ കൊണ്ടുപോയി എല്ലാം മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ പറയും, എന്നാലേ കേൾക്കത്തുള്ളൂ. ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് കേട്ട് കഴിഞ്ഞാൽ ഏത് ശബ്ദമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ല പ്രഭു. ആത്മാവ് പറഞ്ഞതാണെന്ന് എനിക്ക് അറിയത്തില്ല പ്രഭു.
വേണമെങ്കിൽ തമ്പുരാനെന്നും കൂടെ വിളിച്ചളയും. ഓ തമ്പുരാനെ നീ ആയിരുന്നു ഇടപെട്ടത്, ഞാൻ അറിഞ്ഞില്ല. ഇവരെല്ലാം കൂടി കലവില കൂടി ഞാനൊന്നും അറിഞ്ഞില്ല. അവിടെ കർത്താവ് കലവില നിനക്ക് പ്രശ്നമാണല്ലേ, വാ കലവിലില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവാം. ഇവിടെ കലവിലോ ഇവിടെ വെച്ച് സംസാരിക്കും. ഹല്ലേലൂയ. മോശ ശാന്തമായിട്ട് കേൾക്കുന്നുണ്ട് കാര്യം. അപ്പൊ മോശയോട് പറയുന്ന കാര്യം കണ്ടോ, ഈ സ്വർഗത്തിലെ ദൈവത്തിന്റെ 30 ലക്ഷം ജനത്തെ വിടുവിക്കാനുള്ള ആത്മഭാരമെടുത്ത് ആ മോശയുടെ ഹൃദയത്തിലാണ്. എത്രയൊക്കെ മനസ്സിലായി? നിന്റെയും എന്റെയും വീടിന്റെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന, തകർന്നു കിടക്കുന്ന, അടിമത്വത്തിൽ കിടക്കുന്ന കുടുംബങ്ങളെ വിടുവിപ്പാൻ അവരെ കുറിച്ചുള്ള ഭാരം എടുത്ത് നിന്റെ മേൽ തരും ദൈവം. അത് ഈ വേലയുടെ പ്രത്യേകത അതാണ്. ഹല്ലേലൂയ. നീ ജോലി ചെയ്യണമെന്നോ കുളിക്കണമെന്നോ അന്ന് കർത്താവ് പറയുന്നത്, നീ കുളിക്കും, നന്നായിട്ട് നടക്കും. പക്ഷെ ഒരു ആത്മഭാരം, 30 ലക്ഷം മിസ്രൈമിൽ കിടക്കുന്ന തന്റെ ജനത്തെ കുറിച്ചുള്ള ചിന്ത ദൈവം പങ്കുവച്ചത് ഹോരേബിൽ വെച്ച് മോശയോടാണ്. ഹല്ലേലൂയ. അതിനുള്ള ട്രെയിനിങ് ഒക്കെ നേരത്തെ തുടങ്ങി. നമുക്ക് തോന്നുന്നു എന്തിനാ എന്റെ ജീവിതം ഇങ്ങനെ ചക്കവലിയും പോലെ വലിഞ്ഞു കിടക്കുന്നത്. അത് ട്രെയിനിങ്ങാ. നീ ചിലപ്പോ എത്ര ടെസ്റ്റ് എഴുതിയാലും പാസ്സാക്കും, കുഴപ്പമില്ല, ട്രെയിനിങ്ങാ. ഹല്ലേലൂയ. അങ്ങനെ മടുത്തൊരു ദിവസം പറയും, കർത്താവേ ഇനി എന്നെ വേറെ ഒന്നിനും കൊള്ളയല്ല, നിന്റെ വേറെ ചെയ്യാം. അന്ന് നീ പാസ്സാകും. ട്രെയിനിങ്. ഹല്ലേലൂയ. അപ്പൊ മോശ ആടുകളെ മേച്ച് അന്ന് ഈ പർവ്വതത്തിന്റെ അക്കരെ കടന്ന് ഹോരേബിലേക്ക് എത്തി. യാദൃശ്ചികമായിട്ട് പോയതല്ല, ദൈവം ഇഞ്ഞ് വിളിച്ചു, വാ എനിക്ക് നിന്നോട് പറയാനുണ്ട്. എനിക്ക് എൻ്റെ ഹൃദയത്തിന്റെ വേദന മോനെ മോശെ നിന്നോട് പറയാനുണ്ട്. പക്ഷെ എൻ്റെ ഭാരം നിന്നോട് പറയുക, 430 വർഷമായി എൻ്റെ ജനം അവിടെ പീഡ അനുഭവിക്കുന്നത് ഞാൻ കണ്ടു. അടുത്ത അവരുടെ നിലവിളി ഞാൻ കേട്ടു. നീ കൊള്ളാം, നീ അവിടെ പോയി കൊന്നിട്ട് നിൽക്കില്ലയോ? നിനക്ക് എൻ്റെ ജനത്തെ കുറിച്ചൊരു എരിവുണ്ട്, നിനക്കൊരു ജാതി ചിന്ത ഉള്ളവനാ, നീ കൊള്ളാം. നിന്റെ തന്റെ ജനത്തെ കുറിച്ച്, നീ രാജകൊട്ടാരത്തിനകത്താണെങ്കിലും ആ ജനത്തെ കുറിച്ചുള്ള നിന്റെ എരിവ് എനിക്ക് ഇഷ്ടപ്പെട്ടടാ മോശെ. ഹല്ലേലൂയ. ആ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് തടിതപ്പാൻ പറ്റാ പാട് നോക്കും. പക്ഷെ നിങ്ങളെ കാര്യം കണ്ടോ, നിങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റിമസി, ദൈവത്തിന്റെ ആ സ്നേഹം കണ്ടോ? ആ ദേശത്ത് നടക്കേണ്ടുന്ന ഒരു പ്രവൃത്തിയെ കുറിച്ചുള്ള കാര്യം വേറൊരു മനുഷ്യന്റെ, ദൈവം തിരഞ്ഞെടുത്തൊരു മനുഷ്യന്റെ ഉള്ളിൽ നിക്ഷേപിക്കുന്നത് കണ്ടോ? ആ ഹൃദയഭാരത്തെ കൈമാറുന്നത് കണ്ടോ? ഹല്ലേലൂയ. എന്നിട്ട് അത് അവന്റെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ കൂടെ ആര് നിൽക്കുക? ഈ മോശയുടെ കൂടെ ആര് നിൽക്കുക? ദൈവം നിൽക്കുക. ഹല്ലേലൂയ. ഒറ്റ കൊടുങ്കാറ്റ് ഒരു സുനാമി അടിച്ച് എല്ലാത്തിനും ഇക്കരെ കനാൽ കൊണ്ടിരുത്ത കർത്താവിനതേ സമയം. പക്ഷെ അടിമത്തുകത്തിൽ നിന്ന് പുറത്ത് ഇവർ അടിമയായിട്ട് കിടക്കുന്നിടത്ത് ഇവിടെ ഇരിക്കുമ്പോഴും നോട്ടം എവിടെയാണ്? കേശവന്റെ വീട്ടില്. പണ്ട് ചട്ടി എഴുതാൻ പോയെടുത്തുള്ള അവിടെ തന്നെ ഇപ്പോഴും നോട്ടം. കുമാര കുമാരി, നിന്നെ ഞാൻ പ്രസംഗിക്കാനാ വിളിച്ച? ഇല്ല, ഞാൻ തട്ടി കഴിയാൻ എനിക്ക് സമാധാനം വരുള്ളൂ. തട്ടി കഴിയണമെങ്കിൽ ഇവിടെ പോകണം, ഇസ്രായേലിൽ പോകണം. അതുകൊണ്ട് അടിമനുഖത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ മോശേ എന്റെ ഭാരം നിന്റെ മേൽ വയ്ക്കുക. ഹല്ലേലൂയ. എന്റെ ജനത്തിന്റെ പീഡ ഞാൻ കണ്ടു. ഊഴിയ വിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ കഷ്ടത ഞാൻ കേട്ടു. അവരുടെ നിലവിളി കേട്ടു. അടക്കട നിലവിളിക്കുക. നിങ്ങൾ ആ സീനൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ദൈവം വന്ന് മോശയോട് പറയുക, അവിടെ നിലവിളിക്കുക എന്റെ ജനം. ഞാനായി അവൾ കഷ്ടപ്പെടുക. ദൈവം പറയുക മോശയോട്, നാക്ക് പോലും നേരെയില്ലാത്ത ഞാൻ. ദൈവത്തിന്റെ സ്നേഹം മനസ്സിലായി. എന്നെയൊക്കെ വിളിച്ചെടുത്തിട്ട് പറയുക, ജനത്തിന്റെ കഷ്ടത കണ്ടു പോകാൻ മനസ്സുണ്ടോ? നമ്മൾ പെട്ടെന്ന് മോശയാണ്. ഞാൻ വിക്കനാണ്, പൊട്ടനാണ്, ചെകിടനാണ്, കുമളനാണ്, എനിക്ക് അതില്ല, ഇതില്ല, വാലില്ല, കൊമ്പില്ല, തലയില്ല, പഞ്ഞിയില്ല, കാറില്ല, സൈക്കിൾ പോലും ഇല്ല. ദൈവം മോശയോട് പറയാ, മോശേ എന്റെ ജനത്തിന്റെ നിലവിളി കണ്ടോ? അവിടെ നിലവിളിക്കോടാ മോശേ. ഇപ്പൊ മനസ്സിലായോ ദൈവത്തിന്റെ ഹൃദയം? അടുത്തത് ഉണ്ടോ? ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയും. മോശ പ്രാർത്ഥിച്ചു എന്തെങ്കിലും? പക്ഷെ മോശയുടെ ഉള്ളിൽ
ഈ 40 വർഷം പർവ്വതങ്ങളിൽ കൂടി കയറി ഇറങ്ങുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് മിന്നായം പോലെ ഒരു ഭാരം കയറി വന്നുകൊണ്ടേയിരുന്നു. ആ ഭാരം മിസ്രൈമിൽ കിടന്ന ദൈവജനത്തെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവിൽ, പരിശുദ്ധാത്മാവിൽ സഭയോട് പറയുന്നു, എന്റെയും നിങ്ങളുടെയും അകത്ത് ഒരു ആത്മഭാരം വെളിപ്പെട്ടിട്ടില്ല എങ്കിൽ ഇപ്പോഴും നീ മിസ്രൈമിൽ തന്നെയാണ്. നിലവിളി മാത്രമായി ഒതുങ്ങുന്ന ഒരു വിശ്വാസ ജീവിതത്തിലാണ് കിടക്കുന്നത്. പ്രവൃത്തി അയക്കേണ്ടുന്നവൻ നിന്നെ ഏൽപ്പിച്ച്, ഇവിടെ ഇപ്പോൾ ആ വെളിപ്പെട്ട ആ കാര്യത്തിനകത്ത് ഞാൻ ഭയങ്കരമായിട്ട് ദൈവം വന്ന് മോശയോട് പറയുക, മോശേ അവിടെ എൻ്റെ ജനം കരയുവാടാ. അപ്പം നിസ്സഹായനായിട്ട് നിൽക്കും പോലെയല്ലേ ദൈവം പറയുന്നത്. പ്രവൃത്തി പുറകെ വരുന്നുണ്ട്, പക്ഷെ പറയുവാണ്, എന്തിനിത് മോശയോട് ഇങ്ങനെ ഒരു വക്കാലത്ത് പറയണം. വായിച്ചാൽ അടുത്ത ഭാഗങ്ങളിൽ മോശ പറയുന്ന മറുപടി ആയിട്ട് ഞെട്ടിപ്പോവും. ഇറങ്ങി വന്ന് എവിടെ നിൽക്കുന്നേ? മോശയുടെ അടുക്കലാ നിൽക്കുന്നത്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ അവിടെ കിടക്കണ 30 ലക്ഷത്തിൽ ഒന്നുപോലും ഇതിനകത്ത് ഈ ഒരു നിയോഗം ഏൽപ്പിക്കാൻ പറ്റുകയാണ്. അവിടെ എൻ്റെ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഒരു 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 ഈ റിലേക്ക് കൊടുക്കുന്ന ബാറ്റൺ, ഈ ബാറ്റൺ വല്ലതും കൊണ്ട് പണയം വെക്കാൻ. ഹല്ലേലൂയ. എടുത്ത് വായിച്ചാൽ മോളെ. വീണ്ടും പറയാം, മോശെ അവര് കിടന്ന് കരയുവാടാ, ഞാൻ എന്നാ ചെയ്യണം? ഞാൻ എന്നെ കൊണ്ട് പറ്റുമോ? അടുത്ത വായിച്ചു. അടുത്ത് നമ്മൾ പറയില്ലേ, രാജേഷേ ഒന്ന് റോഡിൽ പോയി കമ്പിന് അവിടെ കൊടുത്തിട്ട് വരുവാണ്. മോശയോട് പറയാ, എന്റെ ജനത്തെ ഒന്ന് വിടുവിക്കാൻ വേണ്ടിയിട്ട് നീ വാ എന്നെ സഹായിക്കാൻ പറഞ്ഞു. സുവിശേഷം ദൈവം എന്നെ നിങ്ങളെ ഏൽപ്പിച്ചെങ്കിൽ അതിന്റെ പുറകിൽ ദൈവം നിന്റെ കയ്യിൽ ഏൽപ്പിച്ചൊരു വടിയാണ്. എന്നോടും കൂടെ ഇരുന്ന് ദൈവം പ്രവർത്തിക്കാനുള്ളതാണ്. അത് മറന്നു പോകരുത്. ഹല്ലേലൂയ. അത് മറന്നു നടക്കുന്നവൻ അടിമ മുഖത്തിൽ കിടക്കുകയാണെന്ന് ഓർക്കണം. വീടിനകത്തൊരാൾ രക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ, വീടിനകത്തൊരാൾ നശിച്ചു കിടക്കുന്നുണ്ടെങ്കിൽ, അവരോടെങ്കിലും പറയാനൊരു ആത്മഭാരം നിനക്ക് വരണമെങ്കിൽ എടുത്ത മത്തായിയുടെ സുവിശേഷം 5, 6, 7 ഒക്കെ ഒന്ന് വായിച്ചാൽ മതി. രക്ഷിക്കപ്പെടാത്തവൻ എവിടെ പോകുന്നെന്ന് കണ്ടാൽ മതി. തിരുവഴുത്തുകളിൽ കൂടി കടന്നു പോകുന്നവൻ അറിയാം, നരകം ഭീകരമാണ്. യേശുവിനെ അവകാശമാക്കിയില്ലെങ്കിൽ അവൻ നരകത്തിൽ പോകും, അവൻ നിത്യജീവനെ അവകാശമാക്കത്തില്ല എന്നുള്ളൊരു ഭയം അകത്ത് കയറിയാൽ പറയും 10 പേരോട്, നീ മരിക്കാതിരിക്കേണ്ടതിന്. നമ്മളിപ്പോ രോഗസൗഖ്യാകാൻ യേശുവിൽ വിശ്വസിക്കാൻ പറയും. എളുപ്പ പരിപാടിയില്ല. കാലൊടിഞ്ഞ് കിടക്കുന്നതിനോടത്ത് തന്നെ കാല് സുഖാവോ? എഴുതിട്ട് ഓടില്ല, കേൾക്കും. എന്നാൽ പച്ചയായിരിക്കുന്ന മനുഷ്യനോട് പറയണം സുവിശേഷം, നീ യേശുവിൽ വിശ്വസിച്ചാൽ നിത്യജീവൻ അവകാശമാക്കും. യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ നീ നിത്യരക്ഷ അവകാശമാക്കും. ഇല്ലെങ്കിൽ നീ നിത്യം മരണത്തിലേക്ക് നീക്കപ്പെടും. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടെങ്കിൽ നീ സ്വർഗരാജ്യത്തിൽ ഇരിക്കും. നിന്റെ പേർ ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിലോ നശിച്ചവരുടെ കൂട്ടത്തിൽ എണ്ണപ്പെടും. ഇവിടെ ആത്മഭാരമെടുത്ത് പറ്റിയിരിക്കുന്ന മോശയോട് കൊടുക്കുകയാണ്. മോശേ, ഇനി എന്റെ ഹൃദയം നിന്റെ മേൽ വയ്ക്കുകയാണ്. നെഹമ്യാവിന് മതിലുകളുടെ ആ ഭാരമെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. നോഹയ്ക്ക് സ്വതയും ഗോമേറയിലെയും നോഹയ്ക്ക് ആ മനുഷ്യ കുലത്തിന്റെ മുഴുവൻ പാപത്തെ പ്രതി ഉണ്ടായ സങ്കടം മുഴുവൻ നോഹയ്ക്ക് ഭാരം കൊടുക്കുക. പറയും, നോഹ ദൈവത്തോടു കൂടെ നടന്നു എന്ന വചനം പറയും. അസീനൊക്കെ വായിച്ചു നൂറ്റങ്ങൾ ദൈവത്തോടു കൂടെ നടന്നു. 100 വർഷമേ പ്രസംഗിച്ചുള്ളൂ. വെറും 100 വർഷം. മക്കളെ 10 വർഷം 10 വർഷം 10 days. ഈ വർഷം ഒരു 10 ദിവസം നിങ്ങൾ പ്രസംഗിക്കും. ഈ മാസം, നെക്സ്റ്റ് വീക്ക്. ഇതെന്നെ കുറിച്ചല്ല പറയുന്ന മോശെ, ഇത് മോശെ നിന്നോടാണിത്. നെഹമ്യാവേ നിന്നോടാണിത്. പൗലോസേ നിന്നോടാണിത്. ഇതും എനിക്കുമായിട്ടൊരു ബന്ധമില്ല. ഇരിപ്പം ഹല്ലേലൂയ.
എന്റെ പിരി പോയെന്നാ സംശയം. അടുത്ത വായിച്ചാൽ മോശെ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ പോകുവാൻ മതി മക്കളെ, ഞാൻ ബൈബിൾ അടക്കി. അപ്പൊ നോഹയ്ക്ക് കൊടുത്ത ഭാരം ഇതാ, ഞാൻ ഈ ലോകത്തെ പ്രളയം കൊണ്ട് നശിപ്പിക്കാൻ അതിനു മുമ്പ് നീ 100 വർഷം പ്രസംഗിക്കും. അബ്രാഹാമിനോട് പറയുക, അത് സൊദോമിയും ഗോമോറയും നശിപ്പിക്കാൻ പോവുകയാണ്. അബ്രാഹാം കടന്ന് നിലവിളിക്കുക, നീതിമാൻ നീതിമാൻ നീതിമാൻ. ഓക്കെ മോനെ, ഓക്കെ ഓക്കെ മോനെ, ഓക്കെ 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 കയറിപ്പോയി. അബ്രാഹാമിന്റെ ഹൃദയത്തിൽ ഒരു ഭാരം, ആ ദേശം നശിക്കും. ഓടിച്ചെന്ന് ഒരു നീതിമാൻ, ഉള്ള നീതിമാനോ അവിടെ വിട്ടു പോകാൻ മടിയുള്ളവൻ യോനയല്ല. ഞാൻ മറന്നുപോയ ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓരോരുത്തരും നോക്കുക. ചില രാജാക്കന്മാരെ കുറിച്ച് പറയുന്നുണ്ട്, അവർ ദൈവത്തിന്റെ വഴികളെ വിട്ടുമാറിയില്ല. ശലോമിനെ കുറിച്ച് പറയണം, ഇവൻ ദാവീദിന്റെ വഴികളെ തെറ്റി. കാണുന്ന പെണ്ണുങ്ങളിലെല്ലാം എന്റെ ഭാര്യയാകാൻ യോഗ്യത ഉണ്ടെന്ന് അന്വേഷിക്കണം. സമ്മതിച്ചു ശലോമനെ. ഹല്ലേലൂയ. ശൂന്യകാര്യത്തിൽ അവിടെ എത്തിയപ്പോ കളിപ്പാറ്. അവള് പെണ്ണാൻ പറഞ്ഞവളായിരുന്നു. അവളെ കെട്ടാൻ നോക്കിയിട്ട് മാത്രം നടന്നില്ല. അത് ചരിത്രം പറയുന്നു. അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ വിശ്വാസ വീരന്മാരുടെ പട്ടിക എടുത്ത് നമ്മൾ ഓരോരുത്തരും നോക്കി. എഴുതി നോക്ക്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോവ് അവരെ തീച്ചുളയിൽ എറിയുമ്പോൾ അവരെന്ത് പറഞ്ഞു? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ വിടുവിക്കുമോ? ആമേൻ. യിരെമ്യാവിന്റെ ഹൃദയത്തിൽ കൊടുത്ത ഭാരം കണ്ടോ? പ്രവാസത്തിലേക്ക് ജനം പോകുന്നതിന് മുമ്പ് ഒരു അവസരം. നിങ്ങൾ മനം തിരിയുക, ദൈവം അവിടെ വെച്ച് പണിയും. യാക്കോബ് മരിച്ചത് മിസ്രൈമിൽ വെച്ചാണ്. ഇനി ജോസഫിന്റെ അകത്ത് ഒരു സ്വപ്നം കൊടുത്തു. ആ സ്വപ്നവും പേറി ആ മനുഷ്യൻ എവിടെ ചെന്നെത്തി? മിസ്രൈമിലെ രാജകൊട്ടാരത്തിലും പ്രധാനമന്ത്രിയായി മാറി. നമുക്ക് സ്വപ്നം എന്താ? വെളിപ്പാടെന്താ? നമ്മുടെ പ്രവചനങ്ങൾ എന്താ? രാവിലെ കേട്ട് ഉച്ചയ്ക്ക് ആവിയായി പോകുന്ന പ്രവചനങ്ങൾ. ഇനി പ്രവചനങ്ങൾ വിശ്വസിക്കണ്ട, നിങ്ങൾ കണ്ട ദർശനങ്ങളെങ്കിലും നിങ്ങൾ വിശ്വസിക്കോ? നുള്ളി നോക്കുക, നിങ്ങൾക്ക് ജീവനുണ്ടോ ഇല്ലയോ. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു സൂചി എടുത്ത് കുത്തി നോക്കുക. ഒരു ആത്മഭാരത്തെ അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവൻ എന്റെ നാമത്തെ അറിയുകയാ. വായിച്ചേട്ടാ ആ ഭാഗം. അവൻ എന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. ഈ രണ്ട് കാര്യങ്ങൾ ദൈവത്തിന്റെ നാമത്തെ അറിയായികയാണ്. അറിയാത്തത് കാരണം അത്രേ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. നാം ദൈവത്തിന്റെ നാമത്തെ അറിയുന്നുവെങ്കിൽ നാം ജയാളികളായി. ആമേൻ. ബൈബിൾ മടക്കാണ്.